Hey guys, welcome back to mallucryptologist. mallucryptologistന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്താണ് പെട്ടെന്ന് ലൈവായിട്ട് വന്നത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതിനൊരേ ഒരു ഉത്തരമുള്ളൂ. ഇന്ന് ഈദ് മെർജ് ആണ്. അതും വിത്തിൻ 3 minutes, 3 minute കൂടി മാത്രമാണ് ഇനി മെർജിന് ബാക്കിയുള്ളത്. സോ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മളും കാത്തിരിക്കുകയാണ് ഈത്തിന്റെ മെർജിനായിട്ട്. സോ അതുപോലെ തന്നെ ഗൂഗിള് പോലുള്ള ഒരു പ്ലാറ്റ്ഫോം ഈത്ത് മെർജ് എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടുമായിരുന്നു. കണ്ടോ? ഇപ്പൊ ഓൾറെഡി ഡിഫിക്കൽട്ടി അവിടെ എത്തിക്കഴിഞ്ഞു. ഇവര് ടൈം ചേഞ്ച് ചെയ്തിട്ടില്ല. ദാറ്റ് ഡസന്റ് മാറ്റർ. നമുക്ക് നേരെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ലൈവ് ആയിട്ടുള്ള സമയം കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈത്തിന്റെ പ്രൈസിൽ ഒരു ചെറിയ പമ്പ് നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സോ അതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഈത്തിന്റെ മെർജ് ആണ് ഇന്നത്തെ സ്പെഷ്യൽ ന്യൂസും എല്ലാ കാര്യങ്ങളും വരാനായിട്ട് പോകുന്നത്. പുതിയ രീതിയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പുതിയ ഒരു രീതിയിലാണ് മച്ചാനെ ഈത്ത് വരാനായിട്ട് പോകുന്നത്. സോ നമ്മളും പുതിയ രീതിയിൽ വരണ്ടേ? സോ ഈത്ത് ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഒരു മെർജ് സ്റ്റാർട്ട് ആവും. പുതിയ ഒരു എന്താ പറയാ മക്കളെ, പുതിയ പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് മാറിക്കൊണ്ട് ഈത്ത് ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ലോകത്തിലേക്ക് മാറാനായിട്ട് പോവുകയാണ്. പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു കൺസെൻസസ് മെക്കാനിസം ആണ് പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഓക്കെ. സോ ഇപ്പൊ പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് മാറുമ്പോൾ എന്തുണ്ടാവാം? സെക്യൂരിറ്റിയേക്കാൾ കൂടുതൽ സെക്യൂരിറ്റി ഇല്ല എന്നല്ല, സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ഒരു പ്രൂഫ് ഓഫ് വർക്കിന്റെ അത്ര സെക്യൂരിറ്റി ഇല്ലെങ്കിലും പ്രൂഫ് ഓഫ് സ്റ്റേക്ക് സെക്യൂർ തന്നെയാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ മിസ് ചെയ്യാതെ തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കാം. മാർക്കറ്റിൽ ഇപ്പൊ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നോക്കി നോക്കട്ടെ. 1 minute 34 സെക്കൻഡ് മാത്രമാണ് കേസ് ബാക്കിയുള്ളത്. സോ നമ്മൾ മാർക്കറ്റിലെ ഡംപ് കാണുമോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇതിലൂടെ തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഡംപ് കാണേണ്ടതായിട്ടുണ്ട്, ചിലപ്പോൾ പമ്പായിരിക്കും. ഇപ്പൊ ബിറ്റ്കോയിന്റെ പ്രൈസ് അല്ല, ഇതീരിയത്തിന്റെ പ്രൈസിൽ ഒരു ഡംപൊക്കെ നമുക്ക് ചെറുതായിട്ട് കണ്ടു തുടങ്ങുന്നുണ്ട്. സോ നമുക്കെല്ലാം കാണേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള ന്യൂസുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. സോ തീർച്ചയായിട്ടും ഈ മിസ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. യു ഗൈസ് ആർ വാച്ചിങ് mallucryptologist. നിങ്ങൾ ഈ ഒരു സന്തോഷ നിമിഷം ദ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 10 സെക്കൻഡ് കഴിഞ്ഞാൽ 10, 58, 57, 56, 1 minute കൂടി മാത്രമേ ഈത്ത് മെർജിന് ബാക്കിയുള്ളൂ. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കാണാനായിട്ട് ശ്രമിക്കാം. എവിടെ എന്റെ ടെലഗ്രാം ഗ്രൂപ്പ് എവിടെ? 1 minute more. POS will be activated. ഓക്കെ, യെസ്. 30 സെക്കൻഡ് കൂടി മാത്രം മച്ചന്മാരെ എല്ലാവരും ഹാപ്പി ആയിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുക. ഇതാ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ എന്തുണ്ടാകും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. 17 സെക്കൻഡ് കൂടി, 10 സെക്കൻഡിൽ നമ്മൾ കൗണ്ട് ഡൗൺ പറയാം. എന്തുണ്ടായാലും അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും എല്ലാം നമുക്ക് തന്നെ. സോ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. സോ ഈ തീരത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് എന്തായിരിക്കും വരാനായിട്ട് പോകുന്നത്? യെസ്, പ്രൂഫ് ഓഫ് സ്റ്റേക്കിൽ നിന്ന് ഇതിപ്പോ ഇതീരിയം ഇപ്പോൾ പ്രൂഫ് ഓഫ് സ്റ്റേക്കിലാണുള്ളത്. യെസ്, കൗണ്ട് ഡൗൺ ഈസ് എൻഡഡ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിഫിക്കൽട്ടി മീറ്റ് ആയിരിക്കുകയാണ്. യെസ്, നോക്കാം. ഇനി നമുക്ക് ചാർട്ടിലേക്ക് നോക്കി നോക്കാം എന്താണ് നമ്മൾ ചാർട്ടിൽ കാണുന്നത് എന്നുള്ള കാര്യമൊക്കെ. നെറ്റ് ഇല്ലാത്തതുകൊണ്ടാണോ ഒന്നും ലോഡ് ആവുന്നില്ലല്ലോ ഗൈസ്. 1604 തന്നെ നിൽക്കുകയാണ്. യെസ്, നമുക്ക് എന്തായാലും ട്വിറ്ററിൽ എന്താണ് വർത്താനം എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി നോക്കാം. തന്നാനെ ടാനനനാനെ തന്നന്നാനനനനനനാനെ. അച്ഛന്മാരെ ഒന്നും ആരും അറിഞ്ഞിട്ടില്ലേ? ഇനിയിപ്പോ ഇത് തന്നെയല്ലേ? കോയിൻ മാർക്കറ്റ് ക്യാപ്പ് നമ്മൾ പറ്റിച്ചോ? ഇല്ല. 10:41 ഇതാ സുഹൃത്തുക്കളെ ഡംപ് ആവുന്നുണ്ട്. അത് എനിക്ക് എക്സ്ചേഞ്ചുകളിൽ കാണാനുണ്ട്. യെസ്, കൂടുതൽ സെൽ ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
യെസ്, ഖത്തം. നോക്കാം എന്തായാലും. മാർക്കറ്റ് അപ്പ് ആവുന്നുണ്ട്, റേവൺ അപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. റേവൺ അപ്പ് ആവും, കാരണം എന്താണ്, ഇനി അവർക്ക് വേറെ പണിയില്ലല്ലോ, ഇനി അവരല്ലേ പ്രൂഫ് ഓഫ് ഇതില് പണിയെടുക്കാൻ പോകുന്നത്. സോ അവരപ്പ് ആവുന്നുണ്ട്, വേറെ ആരും അപ്പ് ആവുന്നില്ല ഗൈസ്. യെസ്, ഞാൻ ട്രേഡ് എടുക്കണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ ഓ, കണ്ട, ഇതാണ് പ്രശ്നം. മാർക്കറ്റ് അപ്പ് ആവുന്നുണ്ട്. റേവൻ എന്താ അവസ്ഥ നോക്കട്ടെ. റേവൻ 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 ആര്യൻ റേവൻ അപ്പ് ആയോ? കാണുന്നില്ല കേട്ടോ. ഇതിൽ നോക്കി നോക്കാം. ക്രിപ്റ്റോ. റേവനിൽ ചെറിയൊരു ഇതുണ്ട്. റേവൻ ഇന്നലെ തൊട്ടേ നല്ലൊരു, ഈ ഒരാഴ്ച തന്നെ ലൈക്ക് ഇതായി വന്ന് നിൽക്കുന്നുണ്ട്. ഈ ചാർട്ട് അങ്ങോട്ട് അനങ്ങുന്നില്ലല്ലോ കുമാരേട്ടാ. എന്താണ്, ആർക്കൊരു മൂഡില്ല ഇതിപ്പോ ഇതാവാനായിട്ട്. ലോങ് വേണോ ഷോർട്ട് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഷോർട്ട് ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല, ഇത് സാധനം ഒന്ന് അനങ്ങണ്ടേ. ഒന്ന് അനങ്ങി തുടങ്ങിയിട്ട് ചെയ്യാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. സോ എന്തായാലും ഈ ഒരു സമയത്ത് പാട്ടുണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യല്ലേ. നമുക്ക് നോക്കി നോക്കടാ, എന്താണ് വരാനായിട്ട്. നോക്കാം. അതല്ലേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ചാർട്ട് മൂവ്മെന്റ് ഒന്നും കാണുന്നില്ല, കണ്ടില്ലേ, ഇതിവിടെ സ്റ്റക്കായിട്ട് നിൽക്കാണ്. ഇതിപ്പോ വേണമെങ്കിൽ ബൈനാൻസിന്റെ ഓപ്പൺ ആക്കി വെക്കേണ്ടി വരും. ബൈനാൻസിന്റെ ചിലപ്പോൾ തുറന്നു കഴിഞ്ഞാൽ, ചിലപ്പോ ബൈനാൻസിന്റെ വേണോ, ബിറ്റ്ഗെറ്റിന്റെ വേണോ, ബൈനാൻസിന്റെ തുറക്കും. അതിലാണ് കുറച്ചും കൂടി ലിക്വിഡിറ്റി ഏറ്റവും കൂടുതൽ ഉള്ളത് ബൈനാൻസിലല്ലേ. ബൈനാൻസിന്റെ ഫ്യൂച്ചേഴ്സ് വേണമെങ്കിൽ ഒന്ന് തുറന്നു വെക്കാം. ഡെറിവേറ്റീവ്സ്, ഗോട്ട് ഇറ്റ്. ഡെറിവേറ്റീവ്സ്, USDM ഫ്യൂച്ചേഴ്സ്. ബിറ്റ്കോയിൻ മാറ്റി നമുക്ക് ഇതീരിയത്തിൽ ഒന്ന് ഇട്ട് നോക്കാം, എന്താണ് ഇതീരിയത്തിന്റെ അവസ്ഥ എന്ന്. USDT എവിടെ? 1590 ആ ഒരു നിൽക്കാണ് സാധനം. ഒരു ഒരു മാറ്റമൊന്നും ഇല്ല. 1590 ആ ഒരു റീജിയനിൽ. എന്തായാലും നമുക്ക് ഈ ചാർട്ട് ഒന്ന് വേണമെങ്കിൽ വലുതാക്കി ഇട്ടുതരാം ഞാൻ. നമുക്ക് ബൈനാൻസിൽ എന്താണ് അവസ്ഥ എന്ന് കറക്റ്റ് ആയിട്ട് അറിയാലോ. എന്താണ് ട്വിറ്ററിൽ എന്താണ് അവസ്ഥ എന്ന് നോക്കട്ടെ. 1.5 hours
Alarm. Holy shit, it's just happened. Congratulations, everyone. We are fucking merged. Yes, we are fucking merged, guys. We are fucking merged. Yes, yes, yes. തന്നനനെ താനനനെ. തുടങ്ങി. പമ്പൊന്നുമില്ല. പമ്പും ഇല്ല, ഡമ്പും ഇല്ല. ഡബം അതെ ഒരു ചെറിയ 1599 ഇവിടെ പോട്ടെ. ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ കുമാരേട്ടാ. 15 മിനിറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. കണ്ടോ ഇതൊരു അനക്കില്ല. ഈത്ത് ഡംബ് 1200 വരും. വരട്ടട മുത്ത, ഞാനും അതന്നെയല്ലേ വെയിറ്റ് ചെയ്യുന്നത്. ഇതിനകം 1200 നിർത്തുന്നു. 1000 താഴെ പോണം ഈത്ത്. എന്നിട്ട് വേണം കുറച്ച് വാങ്ങി വെക്കാൻ. എന്നിട്ട് വേണം ഞാൻ കുറച്ച് കാലം ഇങ്ങനെ സുഖായിട്ടിരിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ അങ്ങ് വിറ്റ് കാശുകാരനായി. ആഹ്. ഓ, എന്ത് മനോഹരമായ സ്വപ്നം. തന്നനനെ നാനനനെ നാനനനെ നാനേ തന്നനനെ നാനേ. ഓക്കെ, അങ്ങനെ ഈത്ത് 2.0 ഈസ് ഹിയർ ഗൈസ്, ഹിയർ. വലിയ മാറ്റങ്ങളൊന്നും നമുക്കിപ്പോ മൂവ്മെന്റോ ഒന്നും കാണുന്നില്ല. ട്വിറ്ററിൽ എല്ലാവരും അറിഞ്ഞു എന്നുകൂടി ഞാൻ ഒന്ന് നോക്കട്ടെ. യെസ്, നോക്കാം. ETH hashtag going supersonic into the merge. ETH bar ETH up to 100% since loss about the high. Ethereum classic. ഞാൻ ലൈവ് എൻഡ് ചെയ്യേണ്ടി വരുമോ? ചാർജ് തരുന്നില്ലല്ലോ. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നോക്കിയേക്കാം. അറിയില്ല. ബ്രോ, ഈത്ത് ഫോർക്കിന്റെ എയർ ഡ്രോപ്പ് എപ്പോഴാ കിട്ടുക? അത് നിങ്ങളുടെ വാലറ്റിൽ തന്നെ വന്നോളും. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ. ഇപ്പൊ അത് ഈത്ത് ഓൾറെഡി ഫോർക്ക് ആക്കിയിട്ടുണ്ട് അവര്. സോ ആ ഫോർക്ക് ചെയ്തത് നിങ്ങളുടെ കയ്യിൽ എത്രയാണ് നിങ്ങളുടെ വാലറ്റിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഇതിൽ തന്നെ വരും. വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. സോ യാ, ഇറ്റ്സ് കം ഓട്ടോമാറ്റിക്കലി ടു യുവർ വാലറ്റ് സർ. ഇത് നിങ്ങൾ ഇതിലാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇതൊന്നും കണ്ടാവില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഇതിൽ വേണം. ഓക്കെ, ഇനി നമ്മളെല്ലാം എങ്ങനെ തന്നെ നോക്കിയിരിക്കും. ഇങ്ങനെ തന്നെ നോക്കിയിരിക്കും. എങ്ങനെ തന്നെ ബ്രോ, എങ്ങനെ തന്നെ നമ്മൾ നോക്കിയിരിക്കും. ഇമാജിൻ സ്ലീപ്പിംഗ്. ആയിട്ടില്ലേ? എല്ലായിടത്തും 1.5 മണിക്കൂർ കാണിക്കുന്നുണ്ട് ഗൈസ്. പക്ഷെ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്നെ പറ്റിച്ചോ? അതും എന്നെ ചതിച്ചോ? എനിക്കിപ്പോ സംശയമുണ്ട്. ഈത്തിലും പ്രൈസിലും ഒരു മാറ്റവും കാണാണ്ടായപ്പോ എനിക്കൊരു സംശയം വരുന്നുണ്ട് ഗൈസ്. ഇവന്മാരെല്ലാം കൂടി എന്നെ പറ്റിച്ചോ? അവിടെ ഈത്ത് മെർജ് എന്ന് നമുക്ക് ഇനി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ എന്താണ് വരുന്നതെന്ന് നോക്കി നോക്കാം. അവര് ഇനിയും സമയം പറയുന്നുണ്ട്. മോണിറ്ററിംഗ് ദ മെർജ്. എവിടെയാണ് പോയത്? ഞാൻ വിചാരിച്ചായിരുന്നു കാലത്ത് ഒരു വീഡിയോ ഇട്ടിട്ട് അത് കഴിഞ്ഞ് പതുക്കെ ലൈവ് വരാന്ന്. ബ്രോ, ഐം ഹോൾഡിംഗ് 0.3 ഇതീരിയം. അതിനെ ഫോർക്ക്ഡ് എയർ ഡ്രോപ്പ് എക്സ്ചേഞ്ചിൽ സ്പോട്ടിൽ കാണിക്കുമോ? സ്പോട്ടിൽ എക്സ്ചേഞ്ചിൽ കാണിക്കുമോ എന്നുള്ള കാര്യം എക്സ്ചേഞ്ചുകാരാണ് പറയേണ്ടത് ബ്രോ. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒക്കെ ഇരിക്കുന്ന വാലറ്റിലാണ്. എനിക്ക് കിട്ടണമെങ്കിൽ അവര് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വാലറ്റ് ഹോൾഡ് ചെയ്യുന്ന വാലറ്റുകളിലേക്ക് തന്നെ വന്നോളും. അപ്പൊ നമ്മൾ അതിലൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇൻ ദിസ് കേസ് നിങ്ങളുടെ ഇത് കയ്യിൽ വെച്ചിരിക്കുന്നത് ഇവരാണ്. ആര്? നമ്മുടെ അതിന്റെ പേരെന്താ? എക്സ്ചേഞ്ചുകാര്. ബൈനാൻസ് ആണെങ്കിൽ ബൈനാൻസ്,
FTX ആണെങ്കിൽ FTX, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ അവർ. സോ നമ്മൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ അത് വെയിറ്റ് ചെയ്യുക, അത്രയൊക്കെ പറയാറുള്ളൂ അതിൽ. ഈത്ത് ക്ലാസ് ഒക്കെ പറക്കാൻ ചാൻസ് ഉണ്ട്. പറക്കട്ടെ ബ്രോ. എന്നാ ഞാൻ കുറച്ച് കോയിൻ പറയട്ടെ, നോക്കാമോ? കുറച്ച് കഴിയട്ടാ, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ എഴുന്നേറ്റ് വന്ന് ഇരുന്നിട്ടുള്ളൂ. അപ്പൊ നീ എനിക്ക് കുറച്ച് നേരം സമയം തന്നു കഴിഞ്ഞാൽ എനിക്കൊരു സുഖം ഉണ്ടാവും, നിനക്കും ഒരു സുഖം ഉണ്ടാവും. ഇവന്മാര് പറ്റിച്ചതാണോ എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും നോക്കട്ടെ. ഇത് എന്താണ് പോയ വലിയൊരു പ്രൈസ് ഒന്നും കാണാനില്ലല്ലോ. എന്റെ മെർജ് ഇങ്ങനെയല്ല ശരിക്കും. ഉം. വെയിൽസ് പമ്പാക്കി ഷോർട്ട് ലിക്വിഡേറ്റ് ആക്കാൻ ചാൻസ് ഉണ്ടോ? ഞാനതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു പമ്പ് വന്നിട്ട് ഇപ്പൊ എല്ലാവരും ഈത്ത് മെർജില് ഷോർട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. സോ അവരുടെ തലമടിച്ചുകൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്യും? ഒരു ഡംപ് ചെയ്തിട്ട്, അല്ല പമ്പ് ചെയ്തിട്ട് അവരെയൊക്കെ ലിക്വിഡേറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ വെയിൽസിന് കുറച്ചും കൂടി ഈസി ആയില്ലേ കാര്യങ്ങൾ. അവർക്ക് കുറച്ചും കൂടി കൂടുതൽ ഫണ്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഷോർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഒരു സിനാരിയോ നടക്കാനായിട്ട് പോകുന്നത്. അതാണല്ലോ, എല്ലാവരും ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ മാർക്കറ്റ് ഒരിക്കലും ആ രീതിയിൽ പോവാറില്ല. അപ്പോ ആ ഒരു രീതി ഇവിടെ ചിലപ്പോൾ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നത് ചാൻസ് ഉണ്ട് എന്നാണ്, നടക്കുമെന്നല്ല. സോ അത് ഒരു പോസിബിൾ സിനാരിയോ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും പറയാൻ പറ്റില്ല. യെസ്. ഒരു മിനിറ്റ് ഗൈസ്. ഒരു മിനിറ്റ്, ഞാൻ സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, ഞാൻ പിന്നെയും വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഗൈസ്? ബ്രോ ഇത്തിരിയും ഡെഡായ പോലെ നിൽക്കുന്നു. എടാ എനിക്ക് തോന്നുന്നത് ആ ഇവര് കാണിച്ച കൗണ്ട് ഡൗൺ ശരിയല്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സോ അറിയില്ല, വെയിറ്റ് ചെയ്യേണ്ടവര് ഇനി. ബ്രോ ഡേ കയ്യിൽ എത്ര ഇത്തീരിയം ഉണ്ട്? ബ്രോ എന്റെ സൈസ് വളരെ ചെറിയ സൈസാണ് ബ്രോ. മൈ സൈസ് ഈസ് നോട്ട് എ സൈസ്, യുവർ സൈസ് മാറ്റേഴ്സ്. അഗെയിൻ $800 അടിക്കുമോ? $800 ഒക്കെ അടിക്കും. കാരണം ഇറ്റ് ഇസ് താഴേക്ക് വരാതെ എവിടെ പോവാൻ കൂട്ടാ, എവിടെ പോവും ഇവനൊക്കെ. എന്റെ കയ്യിൽ 4 ഈത്ത്. കോസ്റ്റിന് ഇയാള് കൊള്ളാലോ. ഇടയ്ക്ക് നമുക്കൊക്കെ ചെലവ് ചെയ്യുക കേട്ടോ. ബ്രോ ഹോ ഹൗ മെനി ഇതീരിയം യു ആർ ഹോൾഡിംഗ്? ആ 0 പോരെ. കമ്മ്യൂണിറ്റാസ് കോം ടോക്കനെ കുറിച്ച് പറയാമോ? എക്സ്പെക്ടേഷൻ നോക്കട്ടെ.
ഉണ്ടാവുക. ഓ 1 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് മാത്രമുള്ള ഒരു സാധനമാണ് അത്. പോളികളിൽ വരുന്നത് കൂടുതലും ഷിറ്റ് സാധനങ്ങളാണ്. അപ്പോ നോക്കിക്കോട്ടോ അത്. ഉം. കൂടുതൽ ആൾക്കാർ പോളികളിലാണല്ലോ വോട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഏതിനാന്നറിയോ വോട്ട് ചെയ്യാൻ പോകുന്നത്? ഒപ്റ്റിമിസം ഒന്നല്ല. ഒപ്റ്റിമിസോ ആർബിട്രോ അല്ല. ഇപ്പോഴത്തെ അവസ്ഥയില് അവർ രണ്ടുപേരും ഈ തീരത്തിന്റെ ഇതാണ്. ലെയർ ടൂസ് ആണ്. ലെയർ ടൂസ് ഒന്നും ഒരിക്കലും അതിനെ ഓവർടേക്ക് ചെയ്യില്ല. പിന്നെ ഞാൻ നോക്കുമ്പോ കാണുന്നത് ഒന്നെങ്കിൽ BSC ഓവർടേക്ക് ചെയ്യും, അല്ലെങ്കിൽ സൊലാന. ഇവർ രണ്ടുപേരും തന്നെയാണുള്ളത് മെയിൻ ആയിട്ട്. ബാക്കി എല്ലാവർക്കും ചാൻസ് കുറവാണ്. ഇതൊക്കെ ഇങ്ങനെ വായിച്ചിരിക്കാൻ രസമാണ്. BTC ഞാൻ സെല് ചെയ്യുന്നില്ല അപ്പം. എൻ്റെ ഒരു ഇരിക്കുന്ന BTC ഞാൻ DCA ചെയ്തുകൊണ്ടിരിക്കുന്ന BTC ആണ്. ഇതെന്താണ്? മെർജ് കംപ്ലീറ്റ് ഇതീരിയം 2.0 ഇൻ 19 മിനിറ്റ്. ഗൈസ് വീണ്ടും 19 മിനിറ്റിന്റെ ഒരു കൗണ്ട് ഡൗൺ വന്നിരിക്കുകയാണ് ഗൈസ്. സംഭവം എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ലെങ്കിലും നമുക്ക് ഈ 19-20 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. സാധനം സക്സസ്ഫുൾ ആണ് എന്തായാലും. അതുകൊണ്ടാണ് ഈത്ത് ഇപ്പോൾ 1604 അല്ലെങ്കിൽ എവിടേക്കാണെങ്കിലും പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം $1596 ഈത്ത് ഉള്ളത്. ഈത്ത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി ഒരു 20 മിനിറ്റ് കൂടി നമ്മൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കണ്ടില്ലേ, ഈ 20 മിനിറ്റ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. 41 മിനിറ്റോ? ഇതെന്താണത്? റിഫ്രഷ് ചെയ്യുമ്പോ കൂടി കൂടി വരുന്നു. വമ്മാരെന്നെ പറ്റിച്ചു ഗൈസ്. യു ഗൈസ് ഫക്ഡ് മീ. ദ മെർജ് 40 മിനിറ്റ് കൂടി ഉണ്ട് ഗൈസ്. ദ മെർജ് ഈസ് ഹിയർ എന്ന് പറഞ്ഞ് നമ്മളുടെ കൗണ്ട് ഡൗൺ ഒക്കെ തെറ്റിപ്പോയി ഗൈസ്. ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ വെറുതെ പോയി മെസ്സേജ് ഇട്ടു. ഡിലീറ്റ് ചെയ്യാം, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വീണ്ടും വരാം. ഇതാണ് പ്രശ്നം. ഇതാണ് പറയുന്നത് നമ്മൾ ആരും വിശ്വസിക്കരുതെന്ന്. സെഡാക്കി മോനുസെ. യെസ് ബ്രോ, വാട്ട് ഇഫ് ഇഥീരിയം മെർജ് ഫെയിൽ? എന്റെ ഒരു അഭിപ്രായത്തില് 99.99% ഈത്ത് മെർജ് ഫെയിൽ ആവൂല. കാരണം അവർ കുറെ നാളായിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്. അത് കേറുന്നില്ല. ഒരു മിനിറ്റ്.
ഓക്കെ, ഇപ്പോഴാണ് ചാർജ് ചെയ്ത് തുടങ്ങിയത്. ഞാനങ്ങ് പേടിച്ചു പോയി ഗൈസ്. ഓക്കെ, സോ ഇനി ഒരു 40 മിനിറ്റും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈത്ത് മെർജ് ആവുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും യുവമാരെന്നെ പറ്റിക്കില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. ഓക്കെ, യെസ്. വെയിൽ എന്തേലും മാനിപ്പുലേഷൻ ചെയ്യും ബോത്ത് സൈഡിൽ. യെസ്, മാനിപ്പുലേഷൻസ് ഓൾവേസ് നടക്കുമല്ലോ. നമ്മളിപ്പോ അത് നമ്മൾ എപ്പോഴും കാണുന്നല്ലേ. മാനിപ്പുലേഷൻ നമ്മുടെ മാർക്കറ്റിൽ സർവ്വസാധാരണമായ വിഷയമല്ലേ, എപ്പോഴും നമ്മൾ കാണാറില്ലല്ലോ. അത് എപ്പോഴും ചിലപ്പോൾ നടക്കും. എന്താ പറയാ, അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നടക്കാറുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തും നടക്കാറുണ്ട്. സോ മാനിപ്പുലേഷൻ ക്രിപ്റ്റോ മാർക്കറ്റിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആകെ കൂടി 1 ട്രില്യൺ മാത്രമാണ് ക്രിപ്റ്റോന്റെ ഫുൾ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഈ 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ മിനിഞ്ഞാന്നത്തെ CPI ഡാറ്റ വന്നപ്പോ US മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോയവരുടെ അല്ലെങ്കിൽ അവിടുന്ന് വൈപ്പ് ഔട്ട് ആയി പോയത് മാത്രം 1.5 ട്രില്യൺ ഉണ്ട്. മനസ്സിലാവും ഞാൻ പറഞ്ഞു വരുന്നത്? ഈ വൺ ട്രില്യൺ എന്ന് പറയുന്നത് അത്രയും ചെറുതാണ്. നമ്മളെല്ലാരും വിചാരിക്കുന്നുണ്ടാവും ക്രിപ്റ്റോ ഇത്ര വലുതായി അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു മാർക്കറ്റ് ക്യാപ്പ് ആയി എന്നൊക്കെ. വെറും തെറ്റിദ്ധാരണയാണ്. ക്രിപ്റ്റോ ഇപ്പോഴും ലോ മാർക്കറ്റ് ക്യാപ്പ് ആയിട്ട് തന്നെയുള്ള ഒരു സാധനമാണ്. ക്രിപ്റ്റോ ഇനിയും മുന്നോട്ട് തന്നെ പോകാനായിട്ടുണ്ട്. സോ ആ കാര്യമൊക്കെ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ നോക്കേണ്ടതായിട്ടുണ്ട്. ഈത്ത് മെർജ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇനിയും 1 അവർ കാണിക്കുന്നുണ്ട്. യെസ്, കുറച്ചും കൂടി മൈൻഡ് ചെയ്യാനുണ്ട്. ഓക്കെ, എവിടെ ട്വിറ്ററിൽ അല്ല, ഞാൻ വിചാരിച്ചു ട്വിറ്ററിൽ എന്ത് ആരൊന്നും മിണ്ടാണ്ടിരിക്കണേന്ന് കാണാനില്ല. അല്ലെങ്കിൽ ഇപ്പോ യ ഹു ഈ ഹു യ ഹു എന്ന് പറഞ്ഞ സാധനങ്ങൾ കാണണ്ടല്ലേ. തിരികെ മെർജ് സെലിബ്രേഷൻ. യെസ്, പേർട്ട് വെക്കണു ഗൈസ്, പേർട്ട് വെക്കണു. തിരികെ മെർജ്, ഇറ്റ്സ് ഒഫീഷ്യൽ. Ethereum merge process is 99.9% complete. Yes, thank you guys. Ethereum ഇപ്പോഴും ആയിട്ടില്ല, മെർജ് ആവാനായിട്ട് പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ആ ടെമ്പറലി സസ്പെൻഡഡ് ഡ്യൂ ടു ദ ഇതീരിയം മെർജ്. ഈത്ത് ബൈനാൻസ്, അതായത് ഈത്തും ERC20 ടോക്കൺസിന്റെയും ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽസ് ആർ നൗ സസ്പെൻഡഡ് ഇൻ ബൈനാൻസ്. ബൈനാൻസിൽ നിങ്ങൾക്ക് ഇപ്പോ ഈത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, അവര് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് കാണാം, അത്രയേ ഉള്ളൂ. ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല, വിഡ്രോ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അത് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഒന്നും ചെയ്യണ്ട. സൗണ്ട് കട്ട് ആവുകയാണോ മിണ്ടാതിരിക്കുകയാണോ? ഞാൻ ചില സമയത്ത് മിണ്ടാതിരിക്കുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. കേൾക്കുന്നുണ്ട്. എന്റെ ഉണ്ടല്ലോ, നോക്കിയാ പോയി. ഈത്ത് ബൈനാൻസ്, അതായത് ഈത്തും ഈത്ത് ബ്രോ, ഇവിടെ എനിക്ക് 40 മിനിറ്റ്സ് കഴിഞ്ഞ് വിവരം അറിഞ്ഞിട്ട് പോകാം. ആടാ, പക്ഷെ എനിക്ക് പ്രശ്നമില്ല, ഞാൻ പല്ല് തേച്ചിട്ടില്ല, അതാ പ്രശ്നം. പല്ല് തേച്ചിട്ടില്ലടാ, 11 മണി കഴിഞ്ഞില്ലേ. ഇനി 40 മിനിറ്റ് കൂടി ഞാൻ കാത്തിരിക്കണം. പാട്ട് വെച്ച് തന്നിട്ട് നിങ്ങൾക്ക് പാട്ട് വെച്ച് തന്നിട്ട് പോണോ എന്നുള്ളത് വരെ ഞാനിപ്പോ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇത്തരം ഫുൾ മൂൺ ആവുമോ? ബൈ ദ റൂമർ സെൽ ദ ന്യൂസ്. ചാൻസ് കുറവാണ്. ഞാനിപ്പോഴും അതിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. സെൽ ദ ന്യൂസ് ഉണ്ടാവാനുള്ള ചാൻസസ് ആർ ദർ. ഇപ്പൊ ഇതൊരു 1600 റീജിയനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ ബൈനാൻസിലെ പ്രൈസ് കൊണ്ട് പറയണം 1602. അവര് വിഡ്രോവലും ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി വലിയൊരു പമ്പ് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ ഉള്ളത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയിലാണ്. പക്ഷെ നമ്മളിപ്പോ പറയില്ലേ, വെയിൽസിന്റെ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വെയിൽസ് കൊണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാണ് സുഹൃത്തുക്കളെ. ഹോട്ട് ബിറ്റിൽ എന്റെ ഗാല കോയിൻസ് കാണിക്കുന്നില്ല. $100 ഉണ്ടായിരുന്നു. USDT ആയിട്ട് റീഫണ്ട് ആയി വന്നിട്ടുമില്ല. എടാ, നീ അവരെ കസ്റ്റമർ കെയറിൽ ചോദിക്കേ. ശിവനെ കൊണ്ട് ഞാൻ, എടാ നീ കസ്റ്റമർ കെയറിൽ ചോദിക്കുക, എന്നിട്ട് അവന്മാരെന്താ പറയണെന്ന് നോക്ക്. അല്ലാതെ എന്താ കാര്യം? കസ്റ്റമർ കെയറിൽ ആരാവോ ചേട്ടാ, ആരാവോ? അപ്പോ അതിൽ ചോദിച്ചിട്ട് മാത്രമേ ഉപകാരമുള്ളൂ. എൻ്റെ അടുത്ത് ചോദിച്ചിട്ട്
ഉപകാരമില്ല. കാരണം എനിക്കും ഹോട്ട്ബിറ്റ് ഞാൻ ഓൾറെഡി എനിക്ക് ഹോട്ട്ബിറ്റിൽ അക്കൗണ്ട് ഇല്ലാത്ത ആളാണ്. കാരണം അതൊരു സ്കാം എക്സ്ചേഞ്ച് ആണ്. അവരുടെ കയ്യിൽ ടോക്കൺ ഇല്ലാത്തതിന് പോലും അവര് കച്ചവടം നടത്തുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു എക്സ്ചേഞ്ചിനെ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്തിനാണ് നമ്മുടെ കാശും കൊടുത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാശും കൊടുത്ത് നമ്മൾ എന്തിനാണ് വാങ്ങി കയ്യിൽ വെക്കുന്നത് എന്നുള്ളത് ആണ് എന്റെ വർത്തമാനം. സോ അതുകൊണ്ട് തന്നെ ഞാനത് എന്റെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഹോട്ട്ബിറ്റിനെ കുറിച്ച് എന്നോട് ആര് ചോദിച്ചാലും ഞാൻ പറയാറുള്ളത് അത് അവോയ്ഡ് ചെയ്യാൻ മാത്രമാണ് ഞാൻ പറയാറുള്ളത്. സോ അത് തന്നെയാണ് എനിക്കിപ്പോ ബ്രോനോടും പറയാനുള്ളത്. അവോയ്ഡ് ഹോട്ട്ബിറ്റ് ആൻഡ് വേറെ എത്രയോ എക്സ്ചേഞ്ച് ഉണ്ട് ബ്രോ. അതിലൊക്കെ അക്കൗണ്ട് തുടങ്ങൂ, ട്രേഡ് ചെയ്യൂ, രാജാവാകൂ, രാജാ രാജാ നീ ഒന്നാം നമ്പർ നമ്പർ. ബി ടി സിയെ പറ്റിയും കൂടി ഈ സ്റ്റേജിൽ ഒരു ഒപ്പീനിയൻ പറ ബ്രോ. ഓ പറഞ്ഞ പോലെ ബി ടി സി നമ്മൾ നോക്കിയിട്ട് കുറച്ച് നേരമായല്ലോ. ബി ടി സി ഇപ്പൊ വരാനായിട്ട് പോകുന്നത് 20,138 എന്ന് പറഞ്ഞ ഒരു റീജിയനിലാണ്. ഓക്കെ ഗൈസ്, ഇപ്പൊ ഉള്ളത് ഈ ഒരു സ്ക്വയർ റീജിയൻ ആണ്. ഈ സ്ക്വയർ റീജിയൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടില്ലേ, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന ഒരു റീജിയൻ ആണ്. അതായത് 26 ഓഗസ്റ്റ് മുതൽ ഏകദേശം 7 സെപ്റ്റംബർ വരെ ഇതിന്റെ ഉള്ളിലായിരുന്നു ബിറ്റ് കോയിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. സോ പിന്നെയും ഇറങ്ങി വന്ന് ഈ ഒരു ബോക്സിൽ തന്നെയാണ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഞാൻ വേണമെങ്കിൽ ഒന്ന് ഇതാക്കി തരാം കേട്ടാ. 1, 2, 3, 4 അത് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയത്. സോ ഈ പ്രാവശ്യം വീണ്ടും വന്നിട്ട് താഴെ നിന്ന് ആ ഒരു റീജിയനിൽ തന്നെയാണ് എന്തെടുത്തിട്ടുള്ളത്, സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. സോ വീണ്ടും ഈ ഒരു ബോക്സിനുള്ളിൽ തന്നെയായിരിക്കും ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അതുകൊണ്ട് വേറെ ആരും ഇതാക്കരുത്. ഗോറി ബ്രോസോപ്പ്, ഹോട്ട്ബിറ്റ് പൊട്ടിയില്ലേ, നീ അല്ലാണ്ട് ആരേലും അത് യൂസ് ചെയ്യോ? ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ, അവനാണ്. അവന്റെ പേര് ഞാൻ പറഞ്ഞുതരാം, അനസ്. അനസ്, നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞാണ് ഹോട്ട്ബിറ്റ് വേണ്ടതെന്ന്. ഹോട്ട്ബിറ്റ് അതായത് വേറെ ഏത് എക്സ്ചേഞ്ച് ആയാലും അല്ല, എക്സ്ചേഞ്ച് കണക്കാണ്. പക്ഷെ അവരുടെ അതായത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല ചില സാധനങ്ങൾ. അവർ പക്ഷെ ട്രേഡിംഗ് പേഴ്സ് ഓപ്പൺ ആക്കി വെക്കും. കാരണം അവരിൽ ടോക്കൺ ഉണ്ടായിരിക്കില്ല. അവരെന്ത് ചെയ്യും? ട്രേഡിംഗ് ഓപ്പൺ ആക്കി വെക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും അവിടെ വന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ടോക്കൺ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല, ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഡെപ്പോസിറ്റും വിഡ്രോയിലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ഇന്ന് ട്രേഡ് ചെയ്യാം. സോ അങ്ങനത്തെ പല സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോക്കൺ വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ വാലറ്റിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാറ്. അതിന് പറ്റാത്ത സാധനങ്ങൾ ഞാൻ പിടിക്കാറില്ല. ഷാഹിദ് അൽ സിറാജ്, ഹായ്. ഹായ് ബ്രോ, എന്താണ് ബ്രോ, സുഖമല്ലേ? നമ്മൾ കുറച്ച് നാളായി ലൈവ് വന്നിട്ടെന്ന് തോന്നുന്നു. പക്ഷെ പിള്ളേരൊക്കെ അങ്ങ് പോരെ കേട്ടോ. എല്ലാവരും ഒന്ന് എൻജോയ് ആവുക ഗൈസ്. പല്ല് തേച്ചിട്ടില്ലല്ലോ ദൈവമേ. ഞാൻ കുറച്ച് വെള്ളം കുടിക്കും. किससे हमारे नजदीकियों को कम तो नहीं. വെള്ളമൊക്കെ തണുത്തു, ചൂടുള്ള. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങളുടെ കിടപ്പ് എന്ന് പറയുന്നത്. നല്ല കിടപ്പാവട്ടെ. ഓക്കെ, ഒരൊറ്റ സെക്കൻഡ് ഞാനൊന്ന് സൗണ്ട് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സുഹൃത്തുക്കളെ, യെസ് ഗൈസ്, യെസ് യെസ് യെസ്. തന്നെ, നിങ്ങൾ ഐഫോണിന്റെ വില കണ്ടായിരുന്നോ ഫ്ലിപ്കാർട്ടില്? നിങ്ങൾ ഇതൊന്നും നോക്കണ്ട കിടന്നോ ഗൈസ്. ലൈഫ് എൻജോയ് ചെയ്യണം ഗൈസ്. ഫ്ലിപ്കാർട്ട്, ഓക്കെ. ഫ്ലിപ്കാർട്ടിൽ ഐഫോണിന്റെ വില, ഐഫോൺ മൊബൈൽസ് മിനിമം 20% ആണ് ഓഫർ വന്നിട്ടുള്ളത്. ഓ, ഐഫോൺ SE 35 രൂപ. മോളിക്ക് വരട്ടെ, കരയിപ്പിക്കല്ലേ. ഞാൻ ഐഫോണൊക്കെ എടുത്ത് വെറുതെ ഗൈസ്.
13 എവിടെടാ? സെക്കൻഡ് പേജിലുണ്ടാവോ? ഇതൊക്കെ 5 years ആണല്ലോ. 5 yearsനൊക്കെ ഇപ്പോഴും 14,000 രൂപ. എന്താന്നാടാ? iPhone 13 നോക്കട്ടെ. iPhone 13 Pro Max 1,00,000. iPhone 13 വെറും 13 എത്രയാണാവോ? ഞാൻ കണ്ടത് 49 69,900. ഓ മറ്റേ ബിഗ് ബില്യൺ പ്രൈസ് ഉണ്ടാവുമല്ലോ, അത് എത്രയാ? ഇതിന്റെ പ്രൈസ് ഞാൻ കണ്ടത് അത്രയാണോ? 40. ആ, 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 ആ. നിങ്ങൾ ഏതാണ് കേസ് എടുക്കാൻ പോകുന്നത്? ഞാനൊരു ക്യാമറ എടുത്തിട്ട് ഞാൻ മുഖം കാണിച്ചിട്ട് വീഡിയോ ഇറങ്ങാൻ പോവാണ് കേസ്. ഇല്ല പിന്നെ മല്ലൂറിപ്റ്റോളജിസ്റ്റ് ഗോയിങ് വൈറൽ. മല്ലൂറിപ്റ്റോളജിസ്റ്റിന്റെ അടുത്ത് ഒരു കളി നടക്കില്ല എൻ്റെ. തന്നാനെ ടാനനാനെ തന്നുക്കുള്ളൊരു ടാനനാനെ. എന്തിനാവട്ടെ, നമുക്ക് നമ്മുടെ ക്രിപ്റ്റോ നോക്കി ഇരുന്നാ പോരെ. സോ നിങ്ങൾ ആരും ബിഗ് ബില്യൺ ഡേയ്സിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരൂ ഗൈസ്. അമർജിങ് ടു സെലിബ്രേറ്റ് മെർജ്. ഓ എന്താന്നൊക്കെ സ്കാം കണ്ടു ബ്രോ. വിറ്റാലിക് .eth എന്ന് പറഞ്ഞ പേരും വെച്ച് ബ്ലൂടിക്കും കണ്ടു. സോ എല്ലാരും വിചാരിക്കും ഒറിജിനൽ വിറ്റാലിക് എന്നാ. അത് നിങ്ങൾ യൂസർ നെയിം കണ്ടോ? ഇസ്പിഒ ISPI ഓൺലൈൻ. എന്നിട്ട് അവൻ സ്കാമും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് 953 ലൈക്കും 956 കമന്റും. താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ എന്നൊക്കെ. ഓഹോ ഇത് ബോട്ടടാ, ബോട്ട് മുകളിൽ ബോട്ടിന്റെ കളി തന്നെ മോനെ ഒരിച്ചു. CCയുടെ ഉണ്ട് കണ്ടില്ലേ, CC ലിമിറ്റഡ് ടൈം ഓഫർ. സോ നിങ്ങൾ ആരും ഇങ്ങനത്തെ ഒരു സ്കാമിലൊന്നും പോയി പെടരുത് കേട്ടോ. എനിക്ക് അത്രേ ആഗ്രഹമുള്ളൂ. സ്കാമിലൊക്കെ പോയി പെട്ട് അവസാനം ട്രൗസർ പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പൊ അത് പോയി പെടാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറഞ്ഞു തരാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തന്നാനെ ടാനനാനെ തന്നുക്കുള്ളൊരു വേലക്കാരൻ വേറൊരുത്തനും ഉണ്ടായിരുന്നു ഇങ്ങനെ. ഇങ്ങനെ അതാരടാ വേറൊരുത്തൻ? 1 hour until merge. I have no leveraged positions and I am prepared to ride to zero. കിടക്കട്ടെ, നമ്മുടെ സ്പാർട്ടനില്. തന്നാനെ ടാനനാനെ. ഇതീരിയം 2.0 നമ്മളും ലൈവിൽ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇവന്റെ ചാനലിൽ നിന്നും പോയിട്ട് കാര്യമില്ല. മിസ്റ്റർ റാൻ ന്യൂനൻ എന്നിട്ടായിരുന്നു. വാസ് എ പ്ലഷർ ടു ഹാവ് മരിയ ഷറപ്പോവ. മരിയ ഷറപ്പോവനെയൊക്കെ കണ്ടവൻ. നമ്മുടെ CC മരിയ ഷറപ്പോവനെ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മരിയ ഷറപ്പോവൻ എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ അറിയാം. സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സമയത്തായിരുന്നു സച്ചിനുമായിട്ടുള്ള എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായത്, കോൺട്രവേഴ്സി ഉണ്ടായത്. അത് മരിയ ഷറപ്പോവനെയാണെന്ന് തോന്നുന്നു. ഷറപ്പോവനല്ലേ അത്? അവള് സച്ചിനെ അറിയില്ല എന്ന് പറഞ്ഞപ്പോ എല്ലാരും പോയിട്ട് അവളുടെ
ഇതിൽ പോയിട്ട് തെറി വിളിച്ച് ആകെ നാശാക്കി വിട്ടു. അതൊക്കെ ഒരു ഓർമ്മയാണോ ഗൈസ്? അതും ഒരു ഓർമ്മയാണ്. വിറ്റാലിക് ഡോട്ട് ഈത്ത് എന്ന് ട്വിറ്ററിൽ നെയിം മാറ്റിയ വേരിഫൈഡ് പ്രൊഫൈൽസ് ഇപ്പൊ കുറെ ഉണ്ട്. അതാ ഉദ്ദേശിച്ചത്. യെസ്, കുറെ പേരുണ്ട് ബ്രോ. അതായത് യൂസർ നെയിം മാറ്റാൻ പറ്റില്ലല്ലോ. യൂസർ നെയിം വൺ പെർ പേഴ്സൺ അല്ലേ. മറ്റേത് എത്ര എണ്ണം വേണമെങ്കിൽ ആക്കാലോ. എനിക്ക് എന്റെ പേരിന് എത്ര ആവശ്യം വേണമെങ്കിൽ ഇടാം. ഇറ്റ്സ് ഡസൻ മാറ്റർ. പുതിയൊരു ടോക്കൺ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഗൈസ്. ജേക്കോൺ, ജയിൽ കോൺ. നമ്മുടെ ഡൂക്കോൺ ജയിലിനാണല്ലോ അതിനെ പ്രഖ്യാപിച്ച്. ഗൈസ്, ക്രിപ്റ്റോ മാർക്കറ്റ് ഇസ് സോ ക്രൈസി. സച്ചിനെ അറിയില്ല എന്ന് പറഞ്ഞ, അതെ അതെ അതെ, സച്ചിനെ അറിയില്ല എന്ന് പറഞ്ഞ ആ ഒരു ഇൻസിഡന്റ്. ബ്രോ, ഹൈപ്പ് ഉണ്ടാകും ഈത്ത്. ഇടാ ഈത്തല്ലടാ ഹൈപ്പ്. ലോകം, അതായത് നമ്മുടെ ഗൂഗിള് പോലും മാറ്റി, ഗൂഗിള് പോലും ഇതേപോലെ ഒരു സാധനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ, കണ്ടില്ലേ രണ്ട് പാണ്ടകള്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, രണ്ട് പാണ്ടകള് അകലെയായിരുന്നു ആദ്യം തുടങ്ങുന്ന സമയത്ത്. അതിനുശേഷം ഇവർ അടുത്തടുത്ത് വന്നു തുടങ്ങി. സോ ഇപ്പൊ അവര് കുറച്ച് ഏറ്റവും അടുത്തല്ലേ. അപ്പൊ എന്താണ് കേസ്, അടുത്തടുത്ത് വന്നോണ്ടിരിക്കലേ. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല കോയിൻ മാർക്കറ്റ് ക്യാപ്പ്. നിങ്ങൾ എന്നെ ഒരു പ്രാവശ്യം പറ്റിച്ചതാ. ഇപ്പൊ 22 മിനിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അല്ല പിന്നെ. അപ്പോ ഇവന്മാര്, മെർജിന്റെ ഇത്രയും ഹൈപ്പില് ഇവന്മാര് പോലും ഇങ്ങനെ ഒരു കൗണ്ട് ഡൗൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആലോചിച്ചുകൂടാ അതിന്റെ ഹൈപ്പ് ഉണ്ടാകുമോ എന്നുള്ളത്. ഹൈപ്പിലാണ്. പക്ഷെ ആ ഹൈപ്പ് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ വരിക എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നെങ്കിൽ നീ വെയിലായിരിക്കണം, നിനക്ക് അറിയണം, അത്രയും കോണ്ടാക്ട്സ് വേണം. അല്ലെങ്കിൽ നമ്മളെ പോലെ കറക്റ്റ് പ്ലബ്, നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്, കാത്തിരിക്കുകയാണ്. ഓരോ അപ്ഡേറ്റിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. സോ വെയിറ്റിംഗ് ഫോർ ദാറ്റ് സിഗ്നിഫിക്കന്റ് മൂവ്മെന്റ്. ബെനഡിക്ട് ഡിക്കോസ്റ്റ 1614 ഗ്രീൻ ആയല്ലോ. 1614 ഗ്രീൻ ആയല്ലോ. ഗ്രീൻ ആവട്ടെ. എടാ, നമുക്ക് ഏത് വന്നാലും നമുക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. കാരണം എന്താണ്, ഇപ്പൊ ഇത് അപ്പു വന്നു. അപ്പു വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇരിക്കുന്ന ഈത്ത് ഞാൻ എന്തായാലും സെല് ചെയ്യുന്നില്ല. അത് വേറെ കേസ്. ഇനി ഞാൻ എന്റെ ഇരിക്കുന്ന കുറച്ച് ഇരിക്കുന്നത് ഞാൻ സെല് ചെയ്യുന്നില്ല. ഞാൻ പണ്ട് വാങ്ങിയത് ആ ഒരു 800 ഞാൻ വാങ്ങി, 900 ഞാൻ വാങ്ങിയിരുന്നു. അത് ഞാൻ സെല് ചെയ്തിരുന്നു. 1900 ഞാൻ സെല് ചെയ്തിരുന്നു. ഇപ്പൊ ഞാൻ വെയിറ്റിംഗ് ആണ്. ഏഹ് ഇനി നമ്മള് എന്റെ പഴയതുണ്ടായിരുന്നത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. സോ വെയിറ്റിംഗ് ഫോർ ആഡിങ് മോർ. അത് പഴയതിരിക്കുന്നത് നമ്മളിപ്പോഴും അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു ചെറിയൊരു എമൗണ്ട് എടുത്ത് ഷോർട്ട് ചെയ്തു അല്ലെങ്കിൽ ലോങ് ചെയ്തു എന്ന് വിചാരിക്കാം, നമ്മളെ ലിക്വിഡേറ്റ് ആയി പോയാലും അപ്പുറത്ത് നമ്മള് പൊസിഷൻ ഉള്ളതും പമ്പ് ആവുന്നുണ്ടായിരിക്കുമല്ലോ. ഞാൻ ഷോർട്ട് ചെയ്യാനായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ മൈൻഡ് സെറ്റ് ആക്കി വെച്ചുള്ള ഷോർട്ട് ചെയ്യാനാണ്. പക്ഷെ ഇപ്പൊ ഒന്നും എടുത്തിട്ടില്ല, പൊസിഷൻ ഒന്നും എടുത്തിട്ടില്ല. മാർക്കറ്റ് നോക്കി ആ ഒരു കൺഫർമേഷൻ കിട്ടിയ ശേഷം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. സോ പിന്നെന്താ, അതൊക്കെ തന്നെ. ബട്ട് ഇത് അപ്പ ആകുന്നില്ല. എപ്പോഴാ സ്ക്രീൻഷോട്ട് എടുക്ക? മെർജ് കഴിഞ്ഞിട്ട് നാളെയാണോ? തീരുമാനിച്ചിട്ടില്ല ബ്രോ. 40 മിനിറ്റ് ഇപ്പോഴും കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇവന്മാരത് എന്താണ്, നേരത്തെ 20 സംതിങ് അല്ലേ കാണിച്ച്. എനിക്ക് ഇവന്മാരെ ഇഷ്ടാവുന്നില്ല കേട്ടോ. ഞാൻ നിങ്ങളെ വിട്ടു പോവാണ് കോപ്പ്. ആ ഗൂഗിൾ വരെ നോക്കിയിരുന്നാൽ മതിയായിരുന്നു. ഇവന്മാരാണ് കറക്റ്റ് ആയിട്ട് വല്ലതും പറയുന്നെങ്കിലും ഉണ്ട്. 54 മിനിറ്റ് ഒക്കെ ഇവന്മാരെ എപ്പോഴും 40 മിനിറ്റ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടേ നമ്മളതിൽ പിടിച്ചിരുത്താൻ തോന്നുന്നുണ്ടാ.
മെർജ്. 12:30 വരെ ഞാൻ ഇരിക്കേണ്ടി വരും ഗൈസ്. നിങ്ങളെല്ലാവരും കൂടി ഇരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് പല്ല് തേച്ചിട്ട് വരാം. കുഴപ്പമില്ല, ഞാൻ ഇരിക്കാം ഗൈസ്. നമുക്ക് ഇന്നങ്ങ് അടിച്ച് പൊളിക്കാം. അതാണ് നല്ലത്. 12:15 ലെറ്റ്സ് സി. 12:30 11:30 ആവുന്നേ ഉള്ളൂ. ചെക്ക് ഇൻ ബൈനാൻസ് ഈത്ത് മെർജ്. നോക്കട്ടെ എവിടെടാ ബൈനാൻസ്. നോക്കട്ടെ. ഏതിലാണ് ബൈനാൻസ് ഈത്ത് മെർജ്? മെർജ്. നോക്കിയോ ബൈനാൻസ് ഈത്ത് മെർജ് കൗണ്ട് ഡൗൺ ഉണ്ടായിരിക്കും. ഇവര് 2 മിനിറ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ. നോക്കട്ടെ. നമുക്ക് ഈ 2 മിനിറ്റ് കാത്തിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നടന്നില്ലെങ്കിൽ നമുക്ക് യുവന്മാരുടെ 37 മിനിറ്റ് വീണ്ടും നോക്കാം. എനിക്കറിയാൻ പാടില്ല. കോയിൻ മാർക്കറ്റ് ക്യാപ്പ് ഞാൻ ഉപേക്ഷിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. കോയിൻ ഗെക്കോ എന്താ അവസ്ഥ എന്ന് നോക്കട്ടെ. അവന്മാരും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. എവിടെടാ ഈത്ത് മെർജ് ഉണ്ടാ? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? എവിടെ? കാണാനില്ല മോനിസ. തേടാ സാധനം ഇവിടെ ഉണ്ട്. 1 മിനിറ്റും കൂടിയാണ് ഗൈസ്. ബൈനാൻസിന്റെ കണക്ക് വെച്ചിട്ട് 1 മിനിറ്റും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ മെർജ് ആവുന്നതാണ് ഗൈസ്. മെർജ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ദ മെർജ് ഈസ് എ ടെക്നിക്കൽ അപ്ഗ്രേഡ് ദാറ്റ് വിൽ ഷിഫ്റ്റ് ഇതീരിയംസ് എക്സിസ്റ്റിംഗ് പ്രൂഫ് ഓഫ് വർക്ക് കൺസെൻസസ് മെക്കാനിസം ടു എ പ്രൂഫ് ഓഫ് സ്റ്റേക്ക് മോഡൽ. പ്രൂഫ് ഓഫ് വർക്കിൽ നിന്ന് ഇതീരിയത്തെ പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് മാറ്റുന്ന ഒരു അപ്ഗ്രേഡ് ആണ് ഇതീരിയം മെർജ് എന്ന് പറയുന്നത്. വിത്ത് ദിസ് മൂവ് Ethereum aims to significantly cut its carbon footprint and lay the groundwork for the future scalability upgrades. ഭാവിയിൽ വരാനായിട്ട് പോകുന്ന സ്കെയിലബിലിറ്റി അപ്ഗ്രേഡുകൾക്ക് മുമ്പിലുള്ള ഒരു അപ്ഗ്രേഡ് ആണ് ഇതീരിയം മെർജ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കാർബൺ 99.99% ഇതീരിയം കാർബൺ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആവാനായിട്ട് പോവുകയാണ്. 10 സെക്കൻഡ് കൂടി കഴിഞ്ഞ് അക്കോർഡിംഗ് ടു ബൈനാൻസ് 7 6 5 4 3 2 1 boom. Ethereum have merged. പ്രൈസിൽ വലിയ മാറ്റില്ല. ഡെറിവേറ്റീവ്സ് എന്തായാലും ഓപ്പൺ ആക്കി വെച്ചേക്കാം. നമുക്കതൊക്കെയല്ലേ പറ്റുള്ളൂ. നമ്മളൊക്കെ എന്ത് ചെയ്യും നോക്കട്ടെ. പമ്പാവുന്നുണ്ട് ഗൈസ്, പമ്പാവുന്നുണ്ട്. 1609 പമ്പായിട്ടുണ്ട്. പക്ഷെ എവിടെ ഇതിൽ വല്ല മാറ്റം വന്നിട്ടുണ്ടോ നോക്കി നോക്കാം. ഇവിടെ മെർജിനെന്ന് കാണിച്ചു. ഇവന്മാരെന്താക്കി നോട്ടെ. ദ മെർജ് എന്ന് തന്നെ ഇവന്മാരെ കാണിച്ചു. തീരം പമ്പായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. 1617
ബൈനാൻസിൽ 1610 എന്നുള്ള റീജിയനിലേക്കാണ് നിൽക്കുന്നത്. നോക്കാം ഇനി എന്തൊക്കെയാണ് വരാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങൾ. 49 മിനിറ്റും കൂടി ഉണ്ട് എന്നാണ് ഇവര് പറയുന്നത്. സോ ഞാൻ എന്തായാലും ഈതർ സ്കാൻ ഒന്ന് എടുത്ത് നോക്കട്ടെ, അതിൽ എത്ര ബ്ലോക്ക് മൈൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് കാണാനായിട്ട് പറ്റും. യെസ്, 587500 ഈതർ സ്കാൻ വരെ ലോഡിംഗ് ആണ് ഗൈസ്. കണ്ടില്ലേ, അത്രയും ട്രാഫിക് ആണ് ഇതെന്ന് കൺഫേം ചെയ്യാനായിട്ട് ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ. ബ്രോ ഷോട്ട് എടുക്കുകയാണെങ്കിൽ പറയണേ, ഞാൻ പറയാം ഗുഡ്. 1600 തന്നെ നിൽക്കുന്ന, നോക്കട്ടെ. കണ്ടില്ലേ തന്നാനെ തന്നനനാനെ നാനേ നന്നേ നനനനനാനെ തന്നനനാനെ താനാനെ തന്നാനെ തനനനനാനെ നാനേ നന്നന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 ന. എതീരിയത്തിന്റെ നെറ്റ്വർക്ക് ഡിഫിക്കൽറ്റി അതാണ് ഗൈസ്. അത് ജനുവരി 22 തൊട്ട് കുറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഗൈസ് സാധനങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. മെർച്ച്, പ്രിപ്പയറിംഗ് ഫോർ ദ മെർച്ച്, ദ കൗണ്ട് ഡൗൺ. ഗൂഗിളിലേക്കാണ് അവര് ഇത് ലീഡ് ചെയ്ത് വിടുന്നത്. ഒരു മാറ്റവും ഇല്ല. ഒരു മിനിറ്റ് ഗൈസ്, ഞാനൊന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഗൈസ് ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ് ഗൈസ്. യെസ്, ഞാൻ ഒരു ഗിറ്റ് ഗ്രാൻഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ വല്ലതും നടന്നോ എന്ന് നോക്കട്ടെ. ഇല്ല ഗൈസ്, ഒന്നും നടന്നിട്ടില്ല. ഇനാക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. 7947 എന്താണ് അവസ്ഥ എന്നുള്ളത് ഞാൻ അവിടെ 7947. യെസ്, നീഡ്സ് റിവ്യൂ. അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് എന്ന് പറയുന്നത്. ബ്രോ ഇനി ഹൈപ്പാവാൻ ചാൻസ് ഉണ്ടോ? പറയാൻ പറ്റൂല. എന്തൊക്കെയാണ് നോക്കണേ. വൈറ്റ് തീമിക്ക് മാറ്റണോ ബ്ലാക്ക് തീം? എനിക്ക് ബ്ലാക്ക് ആട്ടോ ഇഷ്ടം. രാത്രി പുതുമഴയായി കണ്ടു നീ. കളർ വിഷൻ ഡെഫിഷ്യൻസി.
ഫുൾ സ്ക്രീൻ. അയ്യോ അത് പോയി മാറിയോ, ഇങ്ങനെയായോ? ഡംപ് വരുന്നത് കണ്ടോ? ഇതിനെയാണ് ഈത്ത് ഡംപ് എന്ന് പറയുക. മൾട്ടി സിമ്പിൾസ്. മോനെ സ്ക്രീൻ എന്തൊക്കെയോ ആവാൻ പോവുകയാണ്. യെസ്, ബി ടി സിയുടെയും ഈത്തിനെയും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസതയാണ് ഗൈസ് ഇതിന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇതിനെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും ഇങ്ങോട്ട് ഇങ്ങോട്ട് പുഷ് ചെയ്ത് വെക്കാൻ പറ്റും. ഇല്ല ഗൈസ്, പുഷ് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല. ഇവന്മാരിത് എന്തോ. ആ അവിടെ ഓക്കെ ഇരിക്കട്ടെ ഗൈസ്. എന്തായാലും പ്രൈസ് ഒന്നും കാണുന്നില്ലെങ്കിലും ചാർട്ട് കാണാമല്ലോ. ഓക്കെ, ഈ സെറ്റപ്പ് കൊള്ളാൻ കിട്ടും. നമ്മൾ ഈ മറ്റേ ട്രേഡിംഗ് വ്യൂവിന്റെ വലുതെടുക്കുമ്പോൾ 12:15 വരട്ടെ വരട്ടെ, സമയാവട്ടെ. ഞാനിപ്പോ എന്തായാലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോയിട്ട് വേറെ പണിയൊന്നുമില്ലല്ലോ. നമ്മുടെ പണി ഇതൊക്കെ തന്നെയല്ലേ ഗോയ്സ്. അപ്പോൾ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. സോ തീർച്ചയായിട്ടും ഞാനും നിങ്ങളും എല്ലാവരും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതീരിയത്തിന്റെ ഒരു മെർജിന് വേണ്ടിയിട്ടാണ്. ഇതീരിയം മെർജ് ഇതാ ഇവിടെ ഇന്ന് ഈ ഒരു സമയത്ത്, ഈ ഒരു സമയത്തല്ല, ഈ ഒരു സമയം ഏത് സമയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 45 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഇതെടുത്ത് നോക്കുമ്പോഴും ഒരു 30 മിനിറ്റ് 28 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ബൈനാൻസിന്റെ ഈത്ത് മെർജ് എടുത്ത് നോക്കുമ്പോൾ അവന്മാര് പറഞ്ഞു മെർജ് ആയി എന്ന് പറഞ്ഞു. സോ ഏതാണ് ഗൈസ് ശരി, ഏതാണ് ഗൈസ് തെറ്റ് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. സോ വി ഹാവ് ടു വെയിറ്റ് റെഡി ഫോർ മെർജ് സ്ട്രേറ്റ് ടു 10K ഫക്കേഴ്സ്. It was 2 hours when I checked it 12 hours back. I swear, by the way, 1 hour remaining. Okay, not really, to be honest. Are you entertained? Team Biko. Maybe it gets more exciting as we get closer. ഉം. തന്നാനെ താനനനാനെ തന്നുക്കുള്ളൊരു കാര്യക്കാരൻ. ഞാൻ സൗണ്ട് പിന്നെ വെച്ചില്ലേ, വെച്ചു വെച്ചു. യെസ്, തീ പാറും. ഉം. തന്നാനെ താനനനാനെ. ഇവനും ലൈവ് പോയിട്ടുണ്ടായിരുന്നു. ഇവന്റെ ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്ക് കാണാം ഇവൻ എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാം. ലൈവ് ഉണ്ടോ? 15 hours ആകുമോ? ലൈവ് ഇല്ലേ? ലൈവ് ഉണ്ടെങ്കിൽ ശരിക്കും ഇവിടെ കാണേണ്ടതാണല്ലോ. നോക്കട്ടെ നോക്കട്ടെ. ലൈവ് വന്നിട്ടുണ്ടാവും. ഇത്തീരിയം ഫൗണ്ടേഷൻ വ്യൂവിംഗ് പാർട്ടിയാ ഇതൊന്നും. ഇത്തീരിയം ഓ, ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. യെസ്, ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്.
യെസ്, നമ്മൾ പണ്ട് ഐഫോണിൻ്റെ ഇത് കാണില്ലേ, അതേപോലെ നമുക്ക് ഈത്തിനെ കണ്ടുകൊണ്ടിരിക്കാം ഗൈസ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ പണ്ട് ഐഫോണിന്റെ ഇത് കാണില്ലേ, അതേപോലെ നമുക്ക് ഈത്തിനെ കണ്ടുകൊണ്ടിരിക്കാം ഗൈസ്. ഒരു മിനിറ്റ്, സൗണ്ട് കേൾക്കുന്നുണ്ടോ? The merge itself doesn't scale Ethereum. This is like a big misconception. But it does kind of lay the infrastructure that we can use to then scale Ethereum in the future. So like the way we think about scaling Ethereum is using all these layer 2 solutions that exist today. They need to publish a lot of data to the network, and that's relatively expensive to do today. So we hope in the future to add kind of different layers to Ethereum, kind of a data layer where people can post data there for layer 2s, and having these validators already kind of validating information about blocks allows us to eventually kind of add to their duties validating this data. So yeah, that's pretty much it. At a high level, for users, smart contracts, everything should be smooth. For the network itself, we get much better sustainability, better security, and it kind of lays the groundwork for all of the scalability work. Thanks. Thank you. Yes. Thank you, Tim. That was quite nice overview. So I guess the microphone issue has been... ഇത് ഇതീരിയത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഇവരുടെ പോഡ്കാസ്റ്റ്, അല്ലെങ്കിൽ അവർ എല്ലാവരും കൂടിയിരുന്ന് സംസാരിക്കുന്നതാണ്. സോ നമ്മൾ പണ്ട് നമ്മൾ ആപ്പിളിൻ്റെ ഇത് കാണില്ല, അതേപോലെ നമുക്ക് ഇതീരിയത്തിൻ്റെ ലോഞ്ചും അതേപോലെ ഇരുന്ന് കാണാനായിട്ട്. Yeah, Vitalik, are you good to go? Okay, yes. I finally Yes, have Vitalik is here. unmute permissions, and I use them, so amazing. Awesome. Yeah, great. So why proof of stake, right? I think, so proof of stake has obviously been a dream for the Ethereum ecosystem since pretty much the beginning, right? So we started the proof of stake research with that blog post on Slasher back in January 2014, and then kept going through proof of stake algorithms of different kinds, eventually figured out the nuances around weak subjectivity, and then started researching this like BFT style of consensus, and over the next couple of years eventually came to having things like Casper FFG and all of the various ideas around CBC, and the current plan started to solidify sometime around 2018, and finally here we are. So the motivations that we had for proof of stake, I think there's a few of them. I mean, one is, and the big one obviously is just proof of work is very expensive, right? Like proof of work basically involves the people maintaining the consensus of the network, proving that they have more resources than an attacker can have by basically those resources being these big specialized computing boxes that they then keep running 24/7 and doing verifiable calculations with them 24/7 just to keep proving to the network that those computers exist. And you can see how that architecture is sort of credibly neutral and permissionless and all of those things, but at the same time it's basically the most expensive possible way to do the thing that it's trying to do. And proof of stake, sometimes I use the metaphor of virtual mining, where basically it's like instead of having a miner in the real world consuming real electricity, it's almost like when you deposit, the Ethereum network simulates a virtual miner, and it's the same sort of process. You put in capital, and then that capital turns into some share of the network, and you get a right to participate in the network as a validator and get to produce some percentage of the blocks. But it all happens in a simulated way without requiring any actual resource expenditure. So it's both better for the environment as well as I guess other non-environmental externalities, like how proof of work just massively increased prices for GPUs and made a bunch of gamers angry, and proof of stake will
do pretty much the exact opposite, and will probably even have a flood of cheap GPUs for some time. But also, it is cheaper for the Ethereum ecosystem itself, and that comes through in the form of not having to have 5 million coins every year of issuance, right? So proof of work, it requires about 5 million coins every year of issuance. With proof of stake, the issuance is somewhere between, like, I guess, technically 0 and 2 million coins, but in practice, it's I think at about 700,000 coins every year today. And so it's much less than 5 million. And even that is issuance that is accessible to you as an Ether holder if you decide to stake your ETH, right? So it all kind of stays within the ecosystem. So those are the efficiency benefits, right? So, good for the environment, it keeps resources inside of the ecosystem. It's also has a bunch of different side benefits, right? So censorship resistance is an important one, right? Like proof of work mining is something that takes up a huge amount of electricity. It's relatively easy to detect if people are determined on detecting it. But proof of stake, just need to be on a laptop somewhere, and it's as easy to hide as anything. It is more secure in a bunch of ways, right? So there's this concept of economic finality, where reverting even a single block takes a bunch of it requires a third of validators to get slashed once that block gets finalized, and even attacks that are not kind of 100% provable. So things like censorship attacks, there are a lot of those can be responded to by the community with a community organized soft fork, where one of the things that you can do with proof of stake is you can basically have this a soft fork where only the people who participated in the attack would get kicked out of the validator set and lose part of their deposits, but everyone who did not participate in the attack would not. Whereas in proof of work, you can sort of, your only option is to change the proof of work algorithm, which just punishes everyone, and it requires a hard fork, and it's much more intrusive and abusable in a bunch of ways. So, and then finally, proof of stake also lays the groundwork for scalability, because it gives us these validators with validator slots and makes it easy for us to add other tasks to them, which would include validating sharded data eventually. So I think the summer. എന്തായി ഓപ്പൺ വല്ലതും നടന്നാ? ഡൗൺ അല്ലേ? അത് നോക്കിയിട്ട് കാര്യമില്ല ബ്രോ, ഇനിയും ചിലപ്പോൾ ഡൗൺ ആയിന്ന് വരും. നമുക്ക് മെർജ് പാർട്ടിയിൽ കയറാം ഗൈസ്. And that just gives us as protocol developers a lot more freedom to optimize the system around actually having all of the different security properties that we want, right? And if we want the system to have a particular security guarantee, and then often there is a way to modify the proof of stake mechanism to also achieve it. So it's just much more flexible, and it shows through in the efficiency and the security of the network. Awesome. Thank you very much for that overview. As everyone can see, there are plenty of reasons to be excited about proof of stake. And how excited are you, Vitalik? I mean, you've got to be ecstatic at this point in time, right? Yeah, no, I am absolutely excited to be exited from the proof of work era. Yep. Awesome. Well, thank you for that. All right, passing it on to David now to introduce our next topic. Yeah, coming up next, Jonathan Mann has sang a song every single day for over 5,000 days now. He's just recently passed 5,000. And of course, today is yet another day. So there's yet another song. John, can you explain the song that's coming up next for us? Yeah, thanks, David. Thanks so much. I'm super honored to be here. Thank you all so much for having me. So as David mentioned, I write a song a day. And in that capacity, because I'm a total nerd, starting last May, in May of 2021, I just started writing songs documenting the transition that we are now, that is now upon us. So the first one I did was about EIP 1559. ഒരു മിനിറ്റ്, ഞാനേ നമ്മുടെ ഈ സ്പോൺസറുടെ ടാഗ് ഒന്ന് എടുത്ത് കളഞ്ഞു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനും കൂടി കറക്റ്റായിട്ട് കാണാൻ പറ്റും. And I've written songs about every single stage,
And the song that we're about to hear now is the final song in this series because we're here now. And I got on a call with Tim Bako, and he sort of took me through he told me this, so there's the sort of story, the ebbs and flows of how we got here today. And that's what I tried to put into this song. I wanted to make like a little narrative about how it felt to be a dev working on this thing, and the highs and the lows, and tuning out the noise and all that kind of stuff. So I'm super excited to share it with you. It's called Pandas Are Not Known for Running. And again, for the folks on Zoom, if you want to watch, you got to watch on the YouTube. Let's roll it. I'm super excited. Let's hear it. Here with you is called Pandas Are Not Known for Running. And again, for the folks on Zoom, if you want to watch, you got to watch on the YouTube. Let's roll it. I'm super excited. Let's hear it. Big dreams we're building. Here with you is called Pandas Are Not Known for Running. And again, for the folks on Zoom. അത് നോക്കണ്ട ഗൈസ്, നമുക്കെന്തായാലും നമ്മുടെ പണി നോക്കാം. നമുക്കെന്തായാലും നോക്കുമ്പോൾ ഈ പമ്പും ഡമ്പും ഒന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു സൈഡ് വേസിൽ തന്നെയാണുള്ളത്. പമ്പും ഡമ്പും നിങ്ങൾ കാണാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് ഡമ്പ് നിങ്ങൾ കാണുന്നത് തന്നെയാണ് ഗൈസ്. ഇത് തന്നെയാണ് ഡമ്പ്. ഡമ്പായി തുടങ്ങിയിട്ടുണ്ട്. സോ നല്ലൊരു ക്യാൻഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ എന്തായാലും ഈ 1 hour നിന്ന് മാറി ഒരു 15 minutes മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ കുറച്ചുകൂടി രസം ഉണ്ടായിരിക്കും, ഡമ്പാവാണെങ്കിലും പമ്പാവാണെങ്കിലും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത്. ഈ പാട്ട് ആയതുകൊണ്ടാണ് ഞാൻ മാറ്റിയത്. നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ ഇത് ഇതീരം ഫൗണ്ടേഷൻ്റെ സെലിബ്രേഷൻ പാർട്ടിയാണ്, ഈ മെർജ് പാർട്ടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു പാട്ട് വന്നപ്പോൾ ഞാൻ മാറ്റിയെന്നേ ഉള്ളൂ. സോ തീർച്ചയായിട്ടും ഇപ്പോൾ പാട്ട് നടക്കുന്നുണ്ട്. അവിടെ കാണിച്ചു തരാൻ ഇവിടെ പാട്ട് നടക്കുന്നുണ്ട്. അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഇതീരിയം ഫൗണ്ടേഷനിലുള്ള ആളുകൾ. To stand on, we did our very best, and for a down in Greece, buried under stress, out on the beach and debating the pieces, and we carried on. Though the road was long, we carried on. You know those voices never stopped, and they said it would never be coming, but and pandas are not known for running. എല്ലാവരും പാണ്ടേരെ ഇതിലേക്ക് മാറിയില്ല. കണ്ടോ, പാണ്ട. All right, great. I was just checking to see if Justin Drake is here.
Justin, are you with us? Get back to The Thank you, Anthony. Yes, client diversity is another important topic of consideration along with the upgrade of the existing client nodes. I know we cannot just solve the issue in the next 5 minutes, but I would like to take a few minutes and maybe share my thoughts on the topic. I would quickly like to share a presentation and walk us through like how do we can overcome the problem of client diversity. As on the screen, you are seeing currently two charts, one for the execution clients and one for the consensus client. The red, yellow, green charts are generally self-explanatory, but here we see that red is mostly on the execution side. Let's see why is it. For proof of work, we were considering that the client adoption should not be over 50% to avoid the 51% attack and everything else. So get it's certainly not in a very good position. And there's another major reason for that is like if there's anything goes wrong with get, a bigger section of the client may go down. But on the other side, if you can look into the consensus client chart, you see the prism, it's not over 50%, but still it is in yellow, not in green. That's because when we come up to the beacon chain or the consensus layer, the consensus is made over 2/3 of participation and 2/3 of voting. Here it is over 33%, and that's the reason why we have marked it as yellow, not in the green. Now that we are switching to proof of stake today, the requirement has changed. And we will be seeing like, why do we need client diversity? That is one of the biggest questions that may come to everyone's mind when we are looking into these charts. Probably we partially answered the most common question because we know there are major points of having a diversified distribution of clients for obvious reason. Network security is one of the biggest reasons, and there are other advantages of having this diversity. When we are testing any upgrade or testing any protocol to be launched on the mainnet, it helps in identifying consensus bug. With the proof of a stake, there are other incentives associated with staking and also helps with finality. Definitely having multiple client options for node running is a strength of community. While EL clients diversity looks worse on chart we just saw, and most of us may know that this has not been the case forever, but at time when parity and open Ethereum stopped there, like they were not continued anymore. There were only few client options available for mining. I consider that as one of the major reasons for having more clients over this side. However, there were more clients coming up, and the less availability of proper documentation of clients can be one of the reasons, which may not be true as of now. And we are hoping that things are not going to be the same. We will see a lot of changes coming up. So be ready for the changes with the merge upgrade. Did you know we have multiple options for you to run a client node? For execution layer, we are having 8 client nodes, which will be available post-merge for you to pick up to run an Ethereum node. And also on the consensus side, the number is no less. It is 6 clients available for you to pick up a node running option, or maybe become a validator for Ethereum blockchain. If you were not aware of any of the clients shared in the earlier slides, or you want to know more about that, or maybe about your favorite clients feature, what's coming up, check out the Know Your Client series. That's on Ethereum Cat Herders YouTube. You probably have this question in the mind by now, like how as an individual or an institution, you can make a difference. Well, if you are a solo staker or solo node runner, you would want to pick up a client that suits your hardware requirement, having an ELCL combination that you think will be easier for node running with minimal setup. However, we do have support from the client team available. And if you are
a staking pool or representing a staking pool, you must consider running more than one client. If running only one client node, then it is highly recommended to have it not the major client, like the client which is having the largest network share. I have added a couple of charts here for people's reference. Like we can see when it comes to staking and when it comes to rewarding and punishment as well. Clashing can be painful and rewarding at the same time, depending upon which side of the node running you are. When you are running a majority client, and if slashing happens, the pain meter shows that's very high, pain meter is very high. But if you are running a minority client, definitely you are getting more reward. Similarly, the chart on the right side, it shows for some of the bigger pools and what combinations client distribution they are having. Well, this is amazing that we are moving towards merge, and client diversity is definitely crucial. Join us in building a resilient Ethereum network. Thank you. Awesome. Thank you, Pooja. That was great. I hope everyone got a lot out of that. Client diversity is definitely critical and important to Ethereum. Fizz, do we have Justin Drake? We do. Awesome. Welcome, Justin. Hi, everyone. Yes, I'm here. So glad to have you. Oh, I was going to introduce you. Go ahead. Justin Drake is he has become one of my favorite Ethereum researchers. If you've ever listened to him, he's on Bankless frequently, and he speaks so much truth. And so tonight we're going to have Justin talk to us about the energy efficiency or energy use reduction in the new Ethereum proof of stake network. So take it away, Justin. Yeah, for sure. So, at a high level, we're going to be reducing the energy consumption of the whole world by roughly 0.2%. So Ethereum right now is consuming 0.2% of all the electricity that is produced. Bitcoin is on the order of 0.5%. And I can't think of a single technological innovation that reduces worldwide electricity consumption as much as the move to proof of stake does. And one of the really cool things about this electricity... Oh, guys, നിങ്ങൾ എന്താണ് guys ഒന്നും മിണ്ടുന്നില്ലല്ലോ. എല്ലാവരും ഷോർട്ട് ഓപ്പൺ ചെയ്തിരിക്കാന്ന് തോന്നുന്നു. ഗൈസ് മെർജ് ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ എന്നിട്ട് തുറക്കൂ. ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും മെർജ് കംപ്ലീറ്റ് ആയി കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കണം. അല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ടൗസർ പൊളിയാനുള്ള ചാൻസ് ഉണ്ട്. സോ ഐ പ്രിഫർ നോട്ട് ടു ഷോർട്ട് നൗ, ഓൺലി ആഫ്റ്റർ ദ മെർജ്. ഓക്കെ, മെർജിന് ശേഷം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങളെ ഒരു സംബന്ധിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കണ്ണും പൊട്ടി ഷോർട്ട് ചെയ്യാൻ നിൽക്കരുത് ഗൈസ്. എനിക്ക് എത്ര പറയാനുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഓക്കെ, it's happening guys, agreed. 16 മിനിറ്റ് ലൈവ് സ്ട്രീം നമ്മളാണിത്. Reduction is that the mainstream understands it's something that's so obviously good. There's so many advantages to the merge, but things like the security improvements, things like the monetary improvements are much, much, much harder to understand. So I think as a community, we shouldn't be shy, and we should be proud of this achievement that we've unlocked. And as Tim Bako said, it's not just about the 0.2%
of all the electricity of the world that we're consuming. It's also the fact that we can't scale as a network. We want to become the settlement layer for the internet of value. We need to grow to trillions of dollars to have very high economic security and economic bandwidth. And we can't go consuming 2%, 20%, 50% of all the world's electricity produced. Now, the other thing that I want to highlight in this discussion of electricity consumption is that it's only one side of the coin. The other side of the coin is the hardware, and this is always very much overlooked, especially from Bitcoiners who try and talk about, the energy consumption being largely stranded energy, green energy, which may or may not be true. But we know for sure that the ASICs, the hardware, is not green. It's usually hardware that depreciates fairly fast, that is, single use in the case of Bitcoin, and that ends up in a dump. And building ASICs is very resource intensive, especially the leading node ASICs like 3 nanometer or 5 nanometer that are used to build these pieces of hardware. It consumes lots of water, etc. Now, in the case of Ethereum, there's millions of GPUs specifically that are used to mine, somewhere between 2 and 20 million. Basically, it depends on what type of GPU is being used to mine. But what we should expect to happen is these millions of GPUs to enter the market, and that to lead to a relief in the price of GPUs for gamers. So I guess it's good news all around, maybe except for the miners. Wow, that is so great. Yeah, there are so many benefits that come from this shift to proof of stake to so many stakeholders. And I would like to say, no one's losing out, but, people who were GPU mining, this is hard for them. And I hope they choose to join us with proof of stake, but it's so beneficial to everyone else. Thanks, Justin, for sharing. Thank you. Awesome. Well, the next topic, I think, is probably the most important one. The reason we're all in Ethereum, decentralization. It is critical to Ethereum. It is what we're all about. And who better to talk about it than someone that I really respect in the ecosystem and that is all about decentralization, Super Fizz himself. So go ahead, Fizz, take the floor. Yeah, so I'm really excited to talk about centralization, and I'm going to talk really fast because I think we have about 10 minutes before the merge itself, and hopefully everybody's getting really excited. We're looking forward to hearing from Danny as we go into the merge, but I want to talk about something that is so incredibly important to our entire network, and that is that we become and maintain our decentralization as a network. People have this idea that we need to stake more coins on the Ethereum proof of stake network. We don't actually need to stake more coins. That is not something that will inherently contribute to our success. But what will contribute to our success are people who stake in decentralized ways. And that is solo staking from home. That is identifying trustless open source decentralized staking pools and staking with those. There's this concept of minimal decentralization being enough for Ethereum to succeed, but it's not. We have to have credible decentralization. That means that we are so decentralized that nation states, that corporations trust our network enough to act on them. And if we rely on a few service providers to stake our coins for us, then we don't have a decentralized network. We have we have a tool that maybe people are trying to extract value from, but we don't have a valuable decentralized network, and that's what we need to build for. If you want to stake with Ethereum, I encourage you not to look for the cheapest way to stake. And the reason is, the cheapest way that you stake may erode the value of the Ethereum network so that your coins are worth less in 10 years. But if you're staking in ways that bring value to the network, like staking from home, you're actually bringing more value to your own coins. And so I really believe that's a better investment for the long term. I would love for everyone to check out ethsunshine.com.
it is a reflection of our current decentralization. And you're going to find there that it's not sunny, it's not perfect. We do have weaknesses. But as a community, Ethereum identifies, embraces, and improves our weaknesses. And that's why I'm here, because we know that we can improve and we can do better. And I really hope you'll join me in that pursuit. So yeah, that is decentralization. It's something that I'm never going to stop talking about, and I hope you'll join me in that struggle. Yeah, it can be a struggle sometimes, right? To kind of, I guess, like explain the benefits of decentralization, why it's so important. But thank you, Fizz, for that. I know we don't have much time here, but we're going to pass it to David now to introduce the next topic. Yeah, the next topic, it's actually getting down to the next topic is being the merge itself. We are about 8 minutes away. There are 33 blocks and counting. And so we're going to have to actually pass it to some of the experts in the room here because we're getting down to it. It's almost merge time. And for a lot of the people that like don't know what's going on under the scene, once we merge, it's going to be kind of confusing as to what we need to look at, how are we going to vet this, what are we going to look at on the other side. So I'm going to pass it off to Danny Ryan to tell us what he is looking at and what other core devs are looking at to be informed as to what the merge, what's the state of the merge is after we actually hit that block number, that TTD number. Danny, are you with us? Yo. Yeah, what's up, Danny? Do we have a screen share of some logs and stuff and some dashboards? Yeah, somebody able to share a screen? We thought you were going to express those to us verbally. I am. I can do it all verbally. Guys, ഇത് കണ്ടോളൂ കേട്ടോളൂ ഇതൊക്കെയാണ് മെയിൻ I ആയിട്ട് think we kind of got the gist. The proof of work chain exists. The beacon chain is watching and waiting for this terminal number, at which point the first block on the proof of work chain that it meets or exceeds this number, the validators say, okay, I'm ready. And they take over. And so at this point, they're all watching, they're all waiting. That is the point at which the first proof of stake merged block will be built. So that's kind of, I'm going to go through kind of the sequence of stuff that we hope to see, the sequence of stuff that might be some red flags, we might start digging and that kind of stuff. So we want to see that first block, that the terminal total difficulty hit, that first proof of stake block. Then that proof of stake mechanism not only builds blocks, but validators send attestations. So these little messages that they say, this is what I see. This is what I see. This is the head of the chain. This is my view of reality. And so right after we get that first block, we also start getting attestations. And so in each block, attestations from prior blocks and prior slots are included. So we hope to see over the course of the first epoch, which is 32 slots, which is about 6 minutes, we hope to see mini blocks. Optimally, we'll see 32. If we see 30 or more, then we're golden. If we see a bit of a precipitous drop, something like 25 in that range, we're going to say, okay, something's looking a little bit weird. We're going to be digging in. But that's going to be one of our first indicators, is that first epoch, do we have mini blocks and do we have similar percentage of attestations? So, if we're 90+% on the blocks and the attestations in that range, we're going to be very happy. There's also this thing, each block, the sync committee. This is also an indicator that similarly we want to see in that 90+% range. So after the merge block can happen anywhere inside of an epoch. So we want to see the finishing of that epoch and then the finishing of the next epoch. If we have over 2/3 of participation, we're going to call that justified, right? And so if we look at one of these panels, it says epoch, and we see how finalized happens and justified happens. That we see pretty much, you see an epoch is justified, then you see an epoch is finalized. So after that, like 6 to 9 minutes, we're going to see, if we have 2/3 participation, we're going to see it justified. And then after the next epoch, we're going to see it finalized. So this process is going to take anywhere from 12 to 18 minutes, depending on where that terminal block lands. So let's see some of the other stuff that in these panels that we might be looking for. So on some of the dashboards, we're going to see participation. We're going to see kind of these slots continue to increase. We really want to see these epochs increase. That consensus mechanism is going to switch from proof of work to proof of stake, ideally. And then we also watch logs. So nodes, the implementation of the software, they spit out what
what they're seeing. You know, they pretty much say like, "Hey, I got a new block. Hey, I this that." You know, and it's not. It looks complicated. It looks a bit scary at first, but you know, a lot of this is just human language. It says "ready for the merge," and then it says "terminal total difficulty," that kind of stuff. So we're watching logs, and one of the exciting things is when we see that first block, pretty much, I think all the clients have a nice ASCII panda artwork displayed. So that'll be kind of our first exciting indication. We also watch block explorers. This is kind of a visual representation of the state of the logs of what's going on here. So this, this beacon chain block explorer, this is an open source explorer. This is really cool. We get to see live as blocks come in through this sequence. We also get a little bit of indication when we're watching the epochs justify. So you get this nice visual representation as well. So that's pretty much what I'm going to be watching for. Really, we want to see some of these really positive indicators, and then we want to see that finality. Once we see finalization, we can take a deep breath, breathe easy. Then we'll be monitoring, obviously, for the next couple hours, for the next couple weeks, and honestly, we're monitoring all the time. So I think we're about 2 minutes till, so I will turn it back over to y'all. Wow, 2 minutes till. I have finally started to get the butterflies. That is pretty crazy. Okay, what do we need to be looking at on screen here, since we're about to watch the moment? What happens next here? Are we waiting for the pandas? We definitely want some panda logs. We definitely You just pandas got are what's butterflies? next. I'm Just a stoic now? individual. All right, so this is it, huh? We're just waiting for the pandas to show up? This is the moment of truth. Come on now. Let's go. Let's go. Let's go. Hey, we're planning the merge. 2 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതീരിയം മെർജ് Make sure we have something to say when we're waiting in these times. 2 minutes. I'm going to give a shout out to ETH Finance. I love y'all. Big hugs from Kansas City. That's all I got to say right now. I'm going to go on mute. Love y'all. Glad to have you, Jeremiah. You're a good man. Hey, Danny, when merge? It's never gonna happen. It's now. It's literally right now. 7 quadrillion difficulty away. The amount of times I've been asked this question, but it is finally now. The new question is going to be, did it ever happen? Contentious yet? Everyone, we knew this would happen. Yes, we proof knew of that stake we would get this far. accurate, There's right, nothing guys. contentious Proof yet. of The next stake 13 minutes are the nail-biting times. So now it gets fun. Come on now. All right. I'm eating black licorice for ETH Finance, and I'm going to drink some Lafroig scotch and a little bit of beet juice. The merge is here. I've been waiting to say that for so long after saying the merge is coming for years. It's here. Oh my God. Come on. I don't know. And importantly, Remember, we're still building a single chain. we we've got promised about not to 5 celebrate. minutes. We are not going to merge. We have merged. Now let's finalize. Okay, Yeah, so now I'm let's finalize. watching logs, and I've seen a block in every slot since the pandas, which is a very good sign. So we're like 6 slots in, and I think we're at 100% block rate. So that's implying that we have a very high percentage of validators online, connected, and running software that works. We can also see transactions being included into the beacon chain right now. I kind of want to go make a transaction just to make my That's what I was about to first say. proof I of want to stake be an transaction. early transactor on the Yeah. on the mainnet. I'm going to send. Gas is 100 Gwei right now. Let me get an ENS here. Wait, what's the gas? What's the gas price? 100. So you're 100? saying there is 100, life on yeah. Mars. We got life on Mars. Life on Mars has been validated. Come on. ഇതീരിയത്തിന്റെ Benjamin, ഗ്യാസ് you're the first വല്ലാണ്ട് ENS I കൂടുപോയിട്ടുണ്ട്. recognize, so because I'm so eager to be a part of this, I'm going to send you a transaction. 100% of blocks so far. Wow. We have a block for every The slot. other really good news. The other good news is we've included enough attestations to justify this epoch already. That's about on par with what we're doing pre-merge. So this is looking like participation is actually Come holding on. up to about where it was. It's the next epoch that Holy really shit. counts, but this one's good. Someone click on a block and look at the sync committee participation. And we're all excited. Just This isn't to me, really a surprise. Fizz. We had every expectation that this would unfold this way, but it's still
very exciting to see it unfold in reality. Let's go. Let's go. That's what I'm saying right now. I was told we can't do sound effects, so I'm not. So I'm going to just say, let's go. Let's go. Everybody should unmute and at least start to clap, slow clap a little bit, you know. You know, we don't have to go all in. We don't have to, you know, we can just like enjoy the moment. Hey, so for anybody who isn't aware of this yet, GPU miners on Ethereum are no longer active. If you're mining a GPU miner on the Ethereum proof of work network, nothing is happening. You cannot, well, you can mine blocks, but they will not be on the Ethereum network. Attention GPU miners, you have a huge future in AI renderings. Your watch has ended. No, but thank you. I mean, I never want to. Let's appreciate all the GPU miners did for us. They Yes, are absolutely, 100%. Yeah, absolutely. A lot of us all did that thing. I mean, we all did it. And I mean, I eagerly welcome GPU miners to come to Proof of Stake. The network has done a lot for you. You're a part of us. Join us in Proof of Stake. So we've seen all blocks so far. Every slot has had a block. So we want to see 7.6 justified. What? Yeah, but it happened part way through the epoch. No, I'm just I'm just impressed that we have zero misses. We all kind of expected to have a few missed slots. And after some time it will We just stop. kind of assumed it. Yeah, To have zero missed slots is impressive. Yeah. It's almost Well, that like testing was Vitalik's worth it. microphone worked the whole time. We just didn't know it yet. And is my microphone working this time? Yes. Yay! Come on, man. Preach. Another interesting note is that the supply has peaked at the merge. And if you go to ultrasound.money, you'll see that since the merge, we've gone down by 31 ETH so far. We have the not website had is an inflationary block yet. We may have had. I can have a look. No, it looks like every not with block. 100 gray. Yeah. Not with 100 gray gas price. The website is a little unstable because we have 10,000 current visitors roughly. And I'm one of them. Holy shit. Hey, I'm one of them too. So if you're missing on the fun, There's that's ultrasound.money. 41,000 people watching this. Hello, 41,000 people. Hey guys, just come on. Dun, 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 dun. So the slot visual on Beacon Chain is lagging. I'm still watching logs, and I think we're at 100% block rate for all of these slots. So Gas again, some of the visualizers sometimes get out of whack. താങ്കൾ വരുന്നുണ്ടോ ലൈവിലേക്ക് നമുക്ക് ഒരുമിച്ച് ഈ മെർജ് പാർട്ടി എൻജോയ് ചെയ്യാം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ താങ്കൾക്ക് ഒരു ഇതയക്കാം ഓക്കെ താങ്കൾ വരുന്നുണ്ടെങ്കിൽ ബ്രോ ഗ്യാസ് ഫീ കൂടി 76 ഗോയ് ആണ് ഇപ്പോഴത്തെ ഗ്യാസ് ഫീ വരുന്നത് സോ ഗ്യാസ് ഫീ കൂടിയിട്ടുണ്ട് ഗ്യാസ് ഫീ കുറയില്ല ഞാൻ നിങ്ങളോട് പണ്ടേ പറഞ്ഞിരുന്നല്ലോ ഇത് 2.0 അല്ലെങ്കിൽ മെർജ് ഇപ്പോൾ നടക്കുന്നത് പ്രൂഫ് ഓഫ് വർക്കിൽ നിന്ന് പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് മാറുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ആ സമയത്ത് എന്താണ് ഉണ്ടാവുക ആ എനർജി കൺസപ്ഷൻ വല്ലാണ്ട് കുറയും 99% കുറയും അത് മാത്രമേ നടക്കുള്ളൂ ഇനി നടക്കുന്നൊക്കെ ഷാർഡിങ് ഒക്കെ 2023 പ്ലാനാണ് ഫ്യൂച്ചർ പ്ലാനുകളാണ് അതൊന്നും ഇപ്പോൾ ഉള്ളതല്ല സോ വി ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ് സോ പ്ലീസ് മനസ്സിലാക്കുക സ്കെയിലബിലിറ്റി ഇൻക്രീസ് ആവില്ല ഗ്യാസ് ഫീ കുറയില്ല പക്ഷേ എനർജി കൺസപ്ഷൻ കുറയും അത് മനസ്സിലാക്കുക ഓക്കെ യെസ് നമുക്ക് തുടർന്ന് കാണാം We'll even know because of the high percentage, we'll probably know that justification is going to happen in 2/3 of the way into the epoch. Gotcha. I want to shout out to Bitfly. 22 or 23. Yeah, I really appreciate Bitfly for developing Beacon Chain. It's an awesome product. Don't refresh that because I did hit Cloudflare when I refreshed, so it's getting hugged. But we're there. Like, this is happening. Yeah, there were like 4,000 people on the front page, and yeah. Congratulations, Danny. Yeah, congratulations, Danny, Tim, this is so awesome. This is incredible. Yeah. Like, congratulations. Well over 100 people. Everyone. Yeah.
Congratulations. Yes, everyone who has put so much time in it. All of the people in this call have poured their heart and soul in it, regardless of what your role is. It's not just developers, it's not just researchers, it's community, it's home users, it's people who have a commitment to make this network real. So thank you guys so much for sticking with it. Like, it's paying off right now. I'm gonna just beat a dead horse, as they say. I think we've 100% of the slots have blocked so far. That's like, this is going as well as it could. So far. Tim wanted me to make sure I said so far. Well, so far, let me say thank you to all the client teams for all their excellent work. I mean, I'm just looking at my logs here, and everything is just amazing. It's perfect. So really well done to all the guys who put all the guys and girls who put all the software together for all this stuff. It's fantastic. Is that Samer? It is Samer. Hello, Danny. Shout out to those guides. Holy shit! Like those guides have carried the solo staking community. I use those guides religiously. Thank you. Just interrupt. Slot 23. We have enough votes to justify this epoch. Okay, so we've technically justified the merge transition block. So we're 6.4 minutes away, assuming continual optimal conditions, of finalizing this thing. So I'd like to say thank you to everyone on Discord that helps each other out on Discord. It's a big help to us client developers. So if you're one of those people on Discord that helps each other out, then thank you. You made it happen. Thanks. Danny, can you really just double down on what it means for this to get finalized? Why is that significant? So in proof of stake, we have this notion of economic finality. In proof of work, technically, you can theoretically have reorgs to any depth. Economic finality in proof of stake to have a conflicted merge transition block. So we're ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഞാൻ ഷീഹൽക്ക് കാണാൻ പോവാറ്. അപ്പോഴാണ് നിന്റെ ലൈവ് വന്നത്. ബ്രോ ഈത്ത് മെർജ് നടക്കുമ്പോൾ നീ ഇങ്ങനത്തെ പൊട്ട പടങ്ങളൊക്കെ കണ്ട് സമയം കളയരുത് ബ്രോ, പ്ലീസ്. ഇത്തിരി സ്നേഹം ഞങ്ങളുടെ ഈത്തിനോട് കാണിക്കാം. ഈത്ത് ഡംബാവുകയാണെങ്കിൽ സ്നേഹം കാണിക്കാം. ഈത്ത് ഡംബാവായിരിക്കും, അത് ഡസന്റ് മാറ്റർ. നിനക്ക് കേൾക്കുന്നുണ്ടോ? ഇല്ലടാ, എനിക്കും കേൾക്കുന്നില്ലല്ലോ. എന്ത് പറ്റി? ഇവിടെ സൗണ്ട് പോയി. Block that becomes finalized, and anything that came before it, you won't have that reversion. And so Ethereum Classic എന്താവും ഇനി? Ethereum Classic എന്തിനാണ് ബ്രോ? Ethereum ആണ് Ethereum. You cannot revert. പാണ്ട എന്താണ് ഉദ്ദേശിക്കുന്നത്? പാണ്ടാ economic അതാണല്ലോ അവർ തീമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് proof of stake ന്റെ. So once we are finalized, we are locking in economically with the full weight of Ethereum. വൈറ്റ് പാണ്ട പ്രൂഫ് ഓഫ് വർക്കും ബ്ലാക്ക് പാണ്ട പ്രൂഫ് ഓഫ് സ്റ്റേക്കും അവർ തമ്മിലുള്ള മെർജ് ആയിട്ട് ഒറ്റ പാണ്ട. That's an understatement. Sick. Sick. I think sick should be like the underlying word of this whole event. Yeah. Oh, hey, I was going to say, Vitalik, are you still here? Yes, guys. അങ്ങനെ Ethereum merge ആയിരിക്കുകയാണ്. Hello sir, what do you think? Vitalik is indeed still here. We've missed so far, which is normal given, first of the block ഇപ്പം മിണ്ടായി കഴിയും. first of the block കണ്ടിട്ട് നമുക്ക് നിർത്താം അല്ലേ? We do miss slots every once in a while. So we've missed one out Hello, of the sir. last few. താങ്കൾ അവിടെ ഉണ്ടോ? So as we reach the final few minutes, I just had a question. So Vitalik, everyone's like super excited right now and like really motivated and really loving Ethereum and the community. Like, do you have like a message for what people should do with that energy? Yeah, Vitalik. I mean, I feel like I have lots of messages. That's the thing, right? Like, I think, this is the first step in Ethereum's big journey toward being a very mature system, and there's still steps left to go. We still have to scale. We still have to fix privacy. We still have to make the thing actually secure for regular users, and all of this stuff. And I think we all need to work hard and do our part to make all of those other things happen as well. So, I mean, I'm, to me, the merge just like symbolizes from the difference between
sort of early stage Ethereum and the Ethereum we've always wanted early stage Ethereum to become. So let's go and build out all of the other parts of that ecosystem and turn Ethereum into being what we want it to be. Awesome. Just keep building. It's worth noting. Just keep it looks chugging. like we've lost about 4% of validators, which my honest estimate was that we could lose 10 to 20% of validators. Going down to 95% participation is incredible. We have so much headroom there, and it's likely that in the next hours, those 4% of offline validators will correct their systems. Superfish, why do you think we lose people? Because of the execution client missing? It has been misconfigured in the past. I wouldn't be surprised. We've required JWT secret since Bellatrix, right? So that wouldn't explain it. I'm not sure. It's hard to know. I mean, it could be some sort of intermittent failure with some sort of client pair that we just don't have good visibility on at this point, or it could be misconfiguration or all sorts of stuff. Again, this is the kind of thing where minus 4%, pretty damn good. Pretty near optimal. As I was saying, if anything above 90%, I think everyone's floored here. But that's it's an indication that there's a little bit of data in the next couple of days. But with client diversity, especially with the node pairing across the execution layer, you can have intermittent failures here and there. സപ്ലൈ ചേഞ്ച് ഉണ്ടോ 75 ഇത്ത് ഇപ്പൊ തന്നെ പോയി സപ്ലൈ ചേഞ്ച് മെർജിന് because we know if we're getting high inclusion rate, we know before we get to the epoch boundary that we're going to finalize, which is it's called an unrealized finalization, but it will in fact be and then വോളി ഉണ്ടോ നോക്കിപ്പോ എന്താണ് അവസ്ഥ? വോളി ഉണ്ടോ? We should soon know the participation rate for 876. Now we've officially 96.03% participation rate on 876. Happy birthday, guys. Bye-bye. I have to go pick up my kid. Bye, Lefteris. Bye, Lefteris. Welcome. Glad you came. This is amazing, like absolutely sensational. As Danny said that we made it live. Like Ethereum has made history today with becoming billion-dollar blockchain, performing a successful network upgrade at this scale. That to a live. Congratulations to client team. Definitely, I would like to congratulate all the miners who helped us achieve the date of 15th September. I remember when it was first announced by Tim in the meeting that, okay, we are going to have the merge in mid of September. Most of the news published it like 15th September, we are going to get merged. And see, today is 15th September. Nice timing. So awesome. And it's worth noting, sometimes there's a need to explain away or describe something that wasn't optimal. But as far as I'm aware, as far as I can tell from the stream, everything was absolutely optimal. So that's just great. Like I actually joked, it happened in the middle of the night, so we can fix it before morning if we have to. But it's perfect. Everything's great. So it's time to wrap up our call. And so just to summarize in 2 seconds what has happened, we began this night a couple hours ago as a proof of stake network with thousands of people around the world mining Ethereum with their GPUs. About 5 minutes ago, about 13 minutes ago, the entire network shifted to proof of stake.
now relying on validators with 32 Ether deposits to guarantee the network. And one of the biggest benefits of that is the 99.98% power reduction. So that is our win. That's why we're so excited and so proud of everyone involved. So that does wrap up our call. We're going to move into some closing stuff now, and I'd like to introduce Patricio Werthalter. I hope on your screen right now you're seeing the POAP art canvas. For the past couple of hours, pixel droppers, people in the community who hold these proof of attendance protocol pixels have been participating. And that project is led by Patricio Werthalter, and he has been a tremendously positive influence in our community, supporting what we do, supporting staking, supporting decentralization. And welcome, Patricio. Tell us what's on your mind today. There's plenty of stuff on my mind. This has been so long in the making, but യെസ് ഗൈസ് അലോകെ മതി മര ചിലക്കൽ കേട്ടത് മതി. ഇനി നമുക്ക് ഡംപാവുമ്പോൾ പമ്പാവുമ്പോൾ എന്താണ് അലോക് സാറിൻ്റെ ഇങ്ങനത്തെ ക്യാൻഡിലൊക്കെ വന്നു. നൈസ് ക്യാൻഡിലാണല്ലോ. ഒരുമാതിരി അവസ്ഥയാണ്. ലിക്വിഡേറ്റ് ആയോ? അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അടിച്ചാ ഇത് മോളിക്ക് വരൂടാ. ഇത് ഏകദേശം ഒരു 1640 വരും തോന്നുന്നു കണ്ടിട്ട്. ഞാൻ ഈസ്റ്റ് ഡൗൺ എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. ഞാൻ മാർക്കറ്റ് ഓർഡർ എടുത്ത് നല്ല ഡോളർ ഡിഫറൻസ് വരുന്നുണ്ട്. അതങ്ങനെയാ. ലിക്വിഡിറ്റിയുടെ കുറവായിരിക്കടാ. അതായത് ഒരു നല്ലൊരു പെർസെന്റേജ് ഡിഫറൻസ് വന്നു. സാധാരണ നമ്മളൊരു നിയർലി ചെറിയൊരു $1 or $2 ലോസ് അല്ലേ വരിക. അല്ലാത്ത നല്ലൊരു പെർസെന്റേജ് ഡിഫറൻസ് വന്നു മാർക്കറ്റ് ഓർഡറിൽ. നീ പെട്ടെന്നെടുത്ത കാരണോ അത്? യെസ്. നോക്ക് കൂടിപ്പോ നോക്ക് 80 ഈത്താണ് ഇപ്പൊ തന്നെ സപ്ലൈ ചേഞ്ച് വന്നിട്ടുള്ളത്. അതിലൊന്നെങ്കിലും എനിക്ക് കിട്ടിയാൽ നന്നായിരുന്നു. ഇടാ ഉള്ളതൊക്കെ എടുത്ത് വെക്കടാ. നീ നിന്റെ ഈത്ത് എന്ത് ചെയ്തു വാലറ്റിലെ? ഞാൻ അന്ന് വാങ്ങിയത് ഞാൻ ഡംപ് ചെയ്തു. മറ്റേ പഴയത് എൻ്റെ ഇരിക്കുന്നുണ്ട്. അത് എൻ്റെ പുഷിന്റെ ഞാൻ സ്റ്റാക്ക് ചെയ്ത് വെച്ചേക്കണം. അത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അല്ല ലൈക്ക് ഞാൻ എൻ്റെ ഈ വാലറ്റിൽ തന്നെ വെച്ചേക്കാം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ തൊട്ടിട്ടില്ല. മറ്റേതാണ്. ഇത് മാത്രമേ ഞാൻ എടുത്ത് സെല്ല് ചെയ്തിട്ടുള്ളൂ. അന്ന് ഞാനൊരു 1000 താഴെ വന്നപ്പോൾ വാങ്ങിയിരുന്നു. അത് ഞാൻ സെല്ല് ചെയ്തിട്ട് ഞാൻ പ്രോഫിറ്റ് എടുത്തു. ഇനി കുറച്ചുകൂടി താഴുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അൾട്രാസൗണ്ട് ഡോട്ട് മണി ബേൺ ബേൺ ബേൺ. ഇവന്മാര് L2സിന്റെ സാധനം ഒന്ന് റെസ്യൂം ചെയ്താൽ സുഖമായിരുന്നു. എന്താ വിഡ്രോവല്? എടാ ഈത്ത് കുറയുന്നുണ്ട് കേട്ടോ. പതുക്കനെ വരും, പതുക്കനെ താഴേക്ക് വരും എന്നൊക്കെ വിചാരിക്കണു. ഇപ്പൊ കൂടാണല്ലോ. എടാ സക്സസ്ഫുൾ ആയതിനു ശേഷം ഒരു ഫസ്റ്റ് ബ്ലോക്ക് മിന്റ് ആയിട്ടുണ്ടാവുള്ളൂ. അതിനുശേഷം കുറച്ചേരം കഴിഞ്ഞിട്ടായിരിക്കും. ഞാൻ മറ്റേ ഇവന്മാരില്ലേ കോയിൻ മാർക്കറ്റ് ക്യാപ്പുകാര്, അവന്മാരെന്നെ പറ്റിച്ചടാ. അവന്മാര് ആദ്യം ഒരു സാധനം ഇട്ടു, അതില് മെർജ് കംപ്ലീറ്റ് 23 മിനിറ്റ് മുമ്പ്. ഇവന്മാർ ആദ്യം ഇട്ടത് തെറ്റിയ സമയമായിരുന്നു. കൗണ്ട് ഡൗൺ ഒക്കെ ഞാൻ 10 സെക്കൻഡൊക്കെ ഒരു പ്രാവശ്യം പറഞ്ഞതാ. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ വെറുതെ ലൈവ് നോക്കി പോയപ്പോഴാണ് ഇവന്മാരുടെ ഇത് കിടക്കുന്നത്. ഇതീരം ക്ലാസിക് പമ്പാവണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവില്ല ഇത് എന്താണെന്നുള്ളത്. നിങ്ങൾ ബിക്കോസ് എങ്ങനെ അതിന് എന്ത് ഡിമാൻഡ് വരും എന്നാണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവര് പറയുന്ന വെച്ചാല് എന്താണ്, മൈനേഴ്സ് അങ്ങോട്ട് കേറി വരും. മൈനേഴ്സ് അവിടെ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നാണ് ഈ പറയണത്. ആൾക്കാരെ ഡെവലപ്പ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ആൾക്കാരെ അത് യൂസ് ചെയ്യണ്ടേ. മൈനേഴ്സ് റേവൻ ഈ വീക്ക് മൊത്തം നല്ല രീതിക്ക് പമ്പായിക്കണ്. ഞാൻ ഇവിടെ ചാർട്ട് നോക്കിയായിരുന്നു. നോക്ക് നീ കണ്ടോ, കണ്ടാ റേവൻ നോക്ക്. ഈ ഒരു 9-ാം തീയതി തൊട്ട് നോക്കിയാൽ മതി, കണ്ടില്ലേ 3-ന്ന് 2x അടിച്ചു. ഈത്ത് ക്ലാസിക് നോക്കി നോക്കട്ടെ. ഈത്ത് ക്ലാസിക് ടൈം ഫ്രെയിം കൊട്ടടാ. ഞാൻ 15 മിനിറ്റ് ഉണ്ടായിരുന്നു. ആക്കെ കഴിഞ്ഞിട്ടാ ഈത്ത് ക്ലാസിക് വരെ പമ്പായി. നോക്ക് 38 നിൽക്കുന്നത്. ടൈം ഫ്രെയിം കൂട്ടണോ? 1 അവറിലിടാം. ഞാൻ മറ്റേ ഈത്തില് ഡംപ് ഉണ്ടാവുകയാണെങ്കിൽ അത് കാണാലോ എന്ന് വെച്ചിട്ടായിരുന്നു. ഇതിപ്പോ ആരെങ്കിലും ഡംപില്ല.
യെസ്, കുഴപ്പമില്ല, സംഭവം നിൽക്കുന്നുണ്ട്. ഇനി അടുത്തത് സെപ്റ്റംബർ 21 എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുക്കുക. എന്തിനാ? കാർഡാനോ. ഗൈസ് കാർഡാനോന്റെ ബാസിൽ ഫോക്ക് നമ്മൾ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിട്ടാണ് മാങ്ങാത്തൊലി നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതാണ് സംശയം, അതാണ് എൻ്റെ. അവിടെ മാങ്ങാത്തൊലി ഇല്ലളിയാ. നമ്മൾ വീഡിയോ അല്ലെങ്കിൽ ലൈവ് ചെയ്യുമ്പോൾ പിള്ളേർ കുറെ പേര് കാണാണ്ടാവും എന്ന് തോന്നുന്നു അല്ലേ? ആർക്കും അറിയില്ല ബാസിൽ ഹാർഡ് ഫോക്കിനെ കുറിച്ച്. അത് വേറെ ഇപ്പൊ ആരും ഞാൻ ഒരു നോക്കിയിട്ടും കൂടിയില്ല. സപ്ലൈ ചേഞ്ച് കൂടിക്കൊണ്ടിരിക്കണേ. 88 ഈത്ത് ബ്ലോക്ക് റിവാർഡും കുറഞ്ഞു. 2 ഈത്തൊന്ന് നേരെ 0.2 0.6 ആയി. അതിനിപ്പോ ഇതില്ലടാ, അതായത് ചെലവില്ലല്ലോ. 32 ഈത്ത് നിന്റെ ഉണ്ടെങ്കിൽ നിനക്ക് വാലിഡേറ്റർ ആവാം. അത്രയ്ക്ക് വേണ്ടേ? നിന്റെ ഉള്ളതൊക്കെ എടുക്കടാ. എവിടെ എടുത്തു വെക്കുന്ന ഇതൊക്കെ ഡംപ് ഷോർട്ട് ചെയ്യണോന്ന് ആലോചിച്ചിട്ട് ഇരിക്കുകയാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ലൈവ് പോലെ കാണുന്നുണ്ടോ? SJ ബ്രോ ഒക്കെ വന്നിട്ടുണ്ടല്ലോ. നോക്കട്ടെ 26 പേര് കാണുന്നുണ്ട്. യെസ്, ഓക്കെ ബ്രോ. ഫോക്ക്ഡ് എയർ ഡ്രോപ്പ് കിട്ടിയോ വാലറ്റിൽ? ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അതിപ്പോൾ ഇല്ലടാ. 4K ചെയ്ത് അവരത് സാധനം വിടും. നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അത് വെറുതെയാണ് സംഭവം. എന്താണ് എടുക്കുക, ഡംപ് ചെയ്യുക, അതിനുള്ള കേസ് മാത്രമേ ഉള്ളൂ. അവർക്ക് പാസീവായിട്ട് എന്തെങ്കിലും സാധനം കിട്ടും എന്നുള്ളത് മാത്രം, വേറെ ഒരു മാങ്ങാത്തൊലിയില്ല. അതെ, അവന്മാരൊക്കെ ഡംപ് ചെയ്തിട്ടുണ്ടാവും. അവന്മാരൊക്കെ ആദ്യം ഡംപ് ചെയ്യും, നമ്മളൊക്കെ അവസാനം. പരൽ മീനുകളല്ലേ, 1 ഈത്തും 2 ഈത്തൊക്കെ വെച്ചിട്ടുള്ള നമ്മൾ നിൽക്കുന്നത്. നീ എടാ, മൈ സൈസ് ഈസ് നോട്ട് സൈസ്, യുവർ സൈസ് ഈസ് സൈസ്. എൻ്റെ ഒന്നുമില്ലടാ. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് ഇതിൻ്റെ സ്കെയിലബിലിറ്റി കൂടും ഇപ്പോൾ, പിന്നെ ഗ്യാസ് ഫീ കുറയും എന്നൊക്കെയാണ്. കുറയോ രമണ? ഗ്യാസ് ഫീസ് എനിക്ക് തോന്നുന്നു ഈ ഒരു കൺജഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി. പക്ഷെ ആരും ഉപയോഗിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാത്തത് ഈ ഒരു ടൈമിലൊക്കെ. പോയിട്ട് വല്ലതും സ്വാപ്പ് ചെയ്താലോ? ഞാൻ പോയിട്ട് എന്തെങ്കിലും പ്രൂഫ് ഓഫ് സ്റ്റേക്കിൽ ഞാൻ പോയിട്ട് എൻ്റെ ഒരു $7 എടുക്കണ്ട അവിടെ. ഈത്തിനെ ഏതിക്ക് സ്വാപ്പ് ചെയ്യാം? റാപ്പിഡീത്ത് എടുക്കുന്നുണ്ടല്ലേ കുറച്ച്. ഓക്കെ, റാപ്പിഡീത്തിന് ഞാൻ ഈത്തിക്ക് സ്വാപ്പ് ചെയ്യാം. സ്വാപ്പ് ചെയ്യാൻ തന്നെ ഈ ഫീസ് അതിലും കൂടുതൽ വേണ്ടി വരും. എടാ എന്നാലും നമ്മളൊരു ഇത് ചെയ്യണടാ, നമ്മുടെ ഈത്തിന് വേണ്ടിയിട്ട് മാക്സിമം എടുക്കട്ടെ. പുതിയ ഇതിലേക്ക് നമ്മൾ സ്വാപ്പ് ചെയ്യാൻ പോവാണ് സുഹൃത്തുക്കളെ. എത്ര ചെലവ് വരുമോ? $3 ഗ്യാസ് മാക്സിമം ചെയ്യണം ഗൈസ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരും ഗൈസ്. $3 പോവൻ്റെ. നീ ഞാനും പെട്ടെന്ന് പറയല്ലേ. കുറയൂ ഗ്യാസ് ഫീസേ കുറയൂ. എന്നാ മറ്റേ നോക്ക്, മറ്റേ 1 ഇഞ്ച് നോക്ക്. 1 ഇഞ്ച് ഓൾസോ വിൽ ബി സെയിം ഐ ഗസ്. അഗ്രിഗേറ്റർ അല്ലേ 1 ഇഞ്ച്. 1 ഇഞ്ചിൽ നോക്കി നോക്കാം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഗൈസ്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യൂ. മെറ്റാമാസ്കിലത്തെ വാലറ്റ് മാറ്റി കൊടുക്ക്. അതിനാ സീക്രട്ട് വാലറ്റ് അല്ലേ പബ്ലിക്ലി കാണില്ല. എൻ്റെ ഇത് തന്നെയാണ് ഗൈസ്, ഇതാണ് എൻ്റെ മെയിൻ വാലറ്റ്. അവിടെ പോടാ. അപ്പൊ ക്രോമിലായിരിക്കും അല്ലേ? ഈത്ത് മാക്സിമം ഇട്ട് ഞാൻ സ്വാപ്പ് ചെയ്യാൻ പോണ്. ഗീവ് പെർമിഷൻ. ഓ പെർമിഷൻ തന്നെ വേണ്ടി വരുമല്ലോ ദൈവമേ. ഗ്യാസ് ഫീ എവിടെ? മെറ്റാമാസ്ക് ലോഡാവൂ. കമോൺ മൈ ലൈഫ് മെറ്റാമാസ്ക്. $5. ഓ ദൈവമേ, പെർമിഷനാണ് $5. ഇത് പോടാടുന്നത്. ഞാൻ സോറി ഗൈസ്, നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഈ NS എടുത്ത് നിന്നോട് പറഞ്ഞതല്ലേ, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ പിള്ളേർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും.
പിള്ളേരെ അങ്ങ് അടിച്ചു പൊളിക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്യാൻ ഗൈസ്. പിള്ളേർക്ക് ഗീവ് അവേ കൊടുക്കുക. ഗീവ് അവേ ഈത്ത് മെർജിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗാലക്സി ഓട്ട് തരുന്നതായിരിക്കും ഗൈസ്. എന്താ നല്ലല്ലേ? നല്ല എടാ നമ്മൾ സ്ട്രോങ് കമ്മ്യൂണിറ്റി ആയിരിക്കുമ്പോൾ നമ്മൾ NFTs ആയിരിക്കാം നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി കൊടുക്കേണ്ടത് അല്ലേ? എന്താണ് ലോകം അതിനെ കുറിച്ച് പറയാനുള്ളത്? ചെക്കന്മാർക്ക് വിൽക്കുമ്പോ നീ തന്നെ തിരിച്ചു വാങ്ങുകയും ചെയ്യണം. ചെക്കന്മാര് വിൽക്കാൻ വിൽക്കണ്ട, നിങ്ങൾ ആരും വിൽക്കേണ്ട ആവശ്യമില്ല. ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സോൾ ബൗണ്ട് NFT തരും. വേണോ ഗൈസ്? നിങ്ങൾ പറയൂ, സോൾ ബൗണ്ട് വേണോ, ഓട്ട് വേണോ, NFT ഏത് വേണം നിങ്ങൾക്ക്? നിങ്ങൾ പറയുന്നത് ഞാൻ തരും. കാരണം നിങ്ങൾ നമ്മുടെ മുത്താണ് ഗൈസ്. ഒടുക്കത്തെ സോപ്പാണല്ലോ അളിയാ. എന്ത് കണ്ടട്ടാ? അതില് മുക്ക ആൾക്കാർക്കും രണ്ടും അറിയുണ്ടാവും തോന്നുന്നില്ല. അതെ, ഗാലക്സി ഓട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൂഫ് ഓഫ് അറ്റൻഡൻസിന് വേണ്ടി കൊടുക്കുന്ന ഒരു സാധനമാണ്. അതായത് നിങ്ങളൊരു പരിപാടി അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗെയിം ഷോന്റെ ടിക്കറ്റോ കൈൻഡ് ഓഫ് ദാറ്റ് സാധനം. അതായത് അറ്റൻഡൻസിന് വേണ്ടി ഒന്നുകിൽ നിങ്ങൾക്കൊരു എൻട്രി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ പരിപാടി പങ്കെടുത്തതിനുള്ള ബൊക്കെയൊക്കെ കൊടുക്കില്ലേ പണ്ട്, അതേപോലെ ഒരു സാധനം. എന്തായാലേ നിങ്ങളത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതിന് തെളിവാണത്. സോ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പറാണ്, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈത്ത് 2.0 അതിന്റെ സന്തോഷത്തിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നതാണ് ഗൈസ്. അല്ല പിന്നെ ഇങ്ങനെ മതി. അത് ചിലവരൊക്കെ ഉണ്ടാവില്ല, ഈ ചില ഇവന്റ്സിന്റെ ഒക്കെ ടിക്കറ്റ് സൂക്ഷിച്ചു വെക്കുന്നവർ നമ്മൾ അറ്റൻഡ് ചെയ്തു ഇല്ല ഇന്നവരെ കണ്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഡിജിറ്റലി ആക്കി വെക്കുന്ന ഒരു സംഭവമാക്കി കണക്കാക്കിയാൽ മതി. അത്രേ ഉള്ളൂ, അങ്ങനെ കണക്കാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പറ്റിക്കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ഞാൻ നിങ്ങൾക്ക് അതൊക്കെ അയച്ചു തരുന്നതായിരിക്കും. നോക്കാം. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടാവണം. പിന്നെ ആ ലോഗിൻ അയച്ചു കൊടുക്കാം, ആ ലോഗിൻ്റെ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കാം, എല്ലാവർക്കും ഇട്ട് കൊടുക്കാം. പിള്ളേരൊക്കെ എൻജോയ് ചെയ്യട്ടെ. എൻജോയ്. അപ്പോൾ ഗ്യാസ് ഫീ കൂടിയ ഞാൻ പോവുകയാണ് കോപ്പ്. അറിയാം, നിങ്ങൾക്ക് വേണ്ടി ഒരു കാണിച്ചു തരണമെന്ന് വിചാരിച്ചിരുന്ന ഞാനാണ്. 112 ഈത്താണ് മോനെ പോയത്. ട്വിറ്ററിൽ എന്താ അവസ്ഥ? ട്വിറ്ററിൽ ആരെല്ലാരും വർത്താനം പറഞ്ഞു തുടങ്ങിയ? പമ്പും ഡമ്പൊന്നും ഉണ്ടാവാൻ ചാൻസ് ഒന്നുമില്ല. കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എടുക്കേ പമ്പുണ്ടായിട്ടുണ്ട്, OP പമ്പായുണ്ട്. ലിഡോന്റെ അവസ്ഥ, ലിഡോ സ്റ്റേക്കിംഗ് അല്ലേ, ലിഡോ എന്തായാലും പമ്പായ ഉണ്ടാവല്ലോ, ഉറപ്പല്ലേ? ലിഡോ 24 hours പമ്പ് ചെയ്ത് നോക്കട്ടെ. ലിഡോ അങ്ങനെ ഉണ്ടോ? ഇവന്മാരാണ് പമ്പ് ചെയ്തിട്ടുള്ളത്. ഐഫോണിന്റെ വില കുറഞ്ഞടാ, എനിക്ക് വിഷമാവണം. ഞാൻ അടുത്തൊരു 3 മാസം ഉണ്ടല്ലേ, 3 മാസമായില്ലേ? ഞാൻ 2 മാസമല്ലേ, ഞാൻ അന്നേ എന്നോട് പറഞ്ഞില്ലേ കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ട് കാലം രമണ. അന്ന് അങ്ങനെയാണെങ്കിൽ പ്രോ എടുക്കായിരുന്നല്ലേ? ഞാൻ പിന്നെ അന്ന് എന്താ ഒരു ഇതിനെ എടുത്ത കോളേജ് കഴിഞ്ഞ ശേഷം ഇതിനൊരു പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇല്ല. ഏതിന്? ഐഫോൺ വെറുതെ ഔട്ടായോ? ഇല്ല, കിട്ടി മോനെ. ഗൈസ് എന്റെ കയ്യിൽ ഇപ്പൊ 117 ഈത്തുണ്ട് ഗൈസ്. എടാ ഗാലക്സിയിലില്ലേ മറ്റേ IM ടോക്കണിന്റെ സാധനം കിട്ടിയോ? എർത്തിന്റെ അത് ക്ലെയിം ചെയ്തൊക്കെ. റിവാർഡ് എന്താണെന്ന് അറിയോ? ലക്കി ഡ്രോയില് 5000 USDC ഉണ്ട് ആർബിട്രത്തില്. 8 NFT കളക്ട് ചെയ്യും. എവിടെയാണ് സാധനം കിടക്കുന്നത്? ഞാൻ കാണിച്ചതാ, ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. കാണുന്നില്ലേ? അതായത് ക്യാമ്പയിൻസിൽ പോവുക. ക്യാമ്പയിൻസിൽ ഈ ഒരു സാധനം കണ്ടില്ലേ, ലേൺ അതിലത്തെ ഫസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ മതി. കുറച്ച് ടാസ്ക് ഉണ്ട്, ഒരു ക്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യുക.
ഐ എം ടോക്കൺ ആർബിറ്റർ ആണോ? ഓക്കെ. മറ്റേ ഒപ്റ്റിമിസംകാരൻ തുടങ്ങുന്നുണ്ട് ഈ പരിപാടി അടുത്ത ആഴ്ച. ഗാലക്സി ഇതെല്ലാം എൻ്റെ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും. എടാ ഇതൊക്കെ എന്ത് ചെറിയതൊക്കെ വിട്ടു കൊടുക്കട്ടല്ലേ? കണ്ടോ ഗൈസ്, വെറും റിച്ച് ആണ് ഗൈസ്. വേണ്ട വെയിൽ വാലറ്റ് നമ്മൾ കാണാൻ പോവാണ് ഗൈസ്. കണ്ടോ 0.4 ഈത്തൊക്കെയാണ് ഗൈസ്. 42 ഈത്താണ് ഗൈസ് അതിലുള്ളത്. ഇടാ ഇടക്കൊക്കെ ഞങ്ങൾക്കൊക്കെ പാവങ്ങൾക്കൊക്കെ കുറച്ച് എയർ ഡ്രോപ്പ് താടാ. ഇതൊക്കെ നീ കളക്ട് ചെയ്തു? ഓക്കെ. ഇതാണ് ഇപ്പൊ നിങ്ങൾക്ക് തരാൻ പോകുന്ന സാധനങ്ങൾ. യെസ്, ഇതാണ് ഗൈസ് ഞാൻ തരാൻ പോകുന്നത്. നീ ഇത്രയും കളക്ട് ചെയ്തിട്ടുണ്ട്? ഞാന് ഇത് ആദ്യം എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഈ ഓഡോസിന്റെ സാധനം ഞാൻ എടുത്തത്. ഓഡോസ് ആർബിട്രത്തിലുള്ള ഒരു പ്രൊജക്റ്റാ. അവരെ ട്വിറ്ററിൽ നോക്കിയപ്പോ അവര് കൊടുക്കുന്നുണ്ട്. ഞാൻ വല്ല യൂസ് ഉണ്ടോ വിചാരം എടുത്തു. പിന്നെയാണ് ഇവര് ഗാലക്സി എന്ന് പേര് മാറ്റിയ. അപ്പൊ അവിടെ ഒരു ഒറ്റ ഇതില് എല്ലാം ക്ലെയിം വെക്കുക. ഇതൊക്കെ വേസ്റ്റ് വെറുതെ കാര്യമൊന്നുമില്ല. കാര്യം ഇതാണ് IM ടോക്കണിന്റെ സാധനം നൈസാ. പിന്നെ ഇത് പമ്പിങ് ആണ് ഗൈസ്. ഞാൻ കണ്ടു ഗൈസ് 43 ആ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഷോർട്ട് ചെയ്യുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല ഗൈസ്. എന്തിനാണ് ടൗസർ പൊളിയാലോ? ഇനി ഒരു BTC ഡംപ് വരികയാണെങ്കിൽ ഈ ഉറപ്പായിട്ടും ഇനി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഇത്ര നാളെ ഇത് പിടിച്ചെന്നത് മെർജിൻ്റെ ഇതാണ്. ഇനി പിടിച്ചു നിൽക്കാനായിട്ട് മെർജില്ല. അതായത് എല്ലാവരും ഡംപ് ചെയ്യും. അതാണ് മെയിൻ സാധനം. നമുക്ക് നോക്കാം എന്തായാലും. ഷോർട്ട് ചെയ്യണോന്ന് എൻ്റെ കൈ വറക്കണേന്ന് എന്താ ചെയ്യാ? ഓഫ് ചെയ്ത് ഷോർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനും ഷോർട്ട് ചെയ്തു. ഞാൻ ഷോർട്ടല്ല, ഞാൻ മറ്റേ പരിപാടിയാണ് കേട്ടോ. ETF എൻ്റെ പൊസിഷൻ അവിടെ പോയി. ഞാൻ ഓപ്പൺ ആക്കിയതാണല്ലോ. 10x ഞാൻ ഷോർട്ട് ചെയ്തു. ചെറിയ പൊസിഷനാണ്, കുഴപ്പമില്ല. 10x പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നുണ്ട്? അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. എന്നുള്ള ഒരാൾ കോൾ ചെയ്ത് വെച്ചേട്ടാ, എന്നോട് ചെയ്യുന്നത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു റിസ്ക് ആണ്, ഞാൻ ആ വഴിക്കേ ഇല്ല. എന്താണ് കേസ്? പമ്പിങ് ആണ് മോനെ. സക്സസ്ഫുൾ മെർജ് അല്ലേ? ഫെയിലായി പോയിണ്ടായിരുന്ന രസമായിരുന്നു അല്ലേ? ഫെയിലായി പോയി കഴിഞ്ഞാൽ ചിരിച്ചിരിക്കുന്നവർക്ക് വിറ്റാലിക്ക് ചിരിച്ചാനെ ഇരുന്നിട്ട്. Mainnet merge pop. Send $10 to stateful.eth. എടാ ആപ്റ്റോസിന്റെ ടെസ്റ്റ് നെറ്റ് ചെയ്തോ? ഇല്ല, ചെയ്യണം. ഞാൻ കുറെ സാധനങ്ങൾ വിട്ട് കളഞ്ഞിട്ടുണ്ട്. ആപ്റ്റോസും സൂയിന്റെയും ഉണ്ട്. സൂര്യ ഞാൻ കണ്ടായിരുന്നു. കേട്ടോ, ഞാൻ മടി പിടിച്ച് രണ്ടും ചെയ്തിട്ടില്ല, എന്തായാലും കുഴപ്പമില്ല, അവിടെ കൊടുക്കുന്നുണ്ട്. എന്താണ് അവസ്ഥ ട്വിറ്ററിലും കാര്യങ്ങളിലൊക്കെ? ഞാൻ ടെലിഗ്രാം മാത്രമേ നോക്കാം. ട്വിറ്റർ, ഐ എം എ ട്വിറ്റർ ഫാൻ. എനിക്ക് പിന്നെ ടെലിഗ്രാമിൽ കിട്ടും. And merging. Did we merge? Okay. Happy merge all. This is a big moment for Ethereum ecosystem. Everyone who helped make the merge happen should feel proud today. അപ്പോൾ ഞാനും ഉണ്ട് അതിൽ.
നീ സ്ക്രീൻ ഷെയർ ഇടാ, ഞാൻ കാണുന്നില്ലെന്ന്. സ്ക്രീൻ നീ ഷെയർ ചെയ്യാന്ന് പറഞ്ഞപ്പോ നീ എന്റെ ഗാലക്സിയുടെ ചെയ്തപ്പോ നീ ക്ലോസ് കൺസെൻസസിന്റെ NFT ഉണ്ട്. ഞാൻ കണ്ടായിരുന്നു. മറ്റേ ഈത്ത് മാർച്ച് സെലിബ്രേഷന്റെ അല്ലേ? ഞാൻ കണ്ടായിരുന്നു. എടുത്തോ? ഇല്ലില്ല. പോപ്പല്ലേ? പോപ്പാന്നുണ്ട്. എല്ലാരും ഇറക്കുന്നുണ്ടല്ലോ പോപ്പ്. എന്തെങ്കിലുമൊക്കെ കിട്ടുമോ അതില്? എല്ലാവരും അവരവരെ പോപ്പ് NFT ഇറക്കുന്നുണ്ട് മോജിന്റെ. മല്ലുക്രിപ്റ്റോളജിസ്റ്റ് ഇറക്കണോ? അത് വേണ്ടടാ. എന്താണ് മുന്നേ നീയൊക്കെ എന്നെ വളരാൻ സമ്മതിക്കാത്ത നീയൊക്കെയാണെന്ന് പൊതുവെ ആശയം. ഗ്യാസ് ഫീസ് $7. ഏത് പോപ്പിനോ? ആകെ ഗ്യാസ് ഫീസേ ഉള്ളൂ. പോപ്പിന് ഗ്യാസ് ഫീ ഒന്നും ഇല്ലല്ലോ. ക്ലെയിം ചെയ്യാനടാ. എടാ കൺമുന്നിന്ന് കേറുകയാണ്. 8.9 എടാ ഗ്യാസ് ഫീ കുറയാൻ പോണില്ല. പണ്ട് ഞാൻ നല്ല രീതിക്ക് ഗ്യാസ് പൊട്ടിച്ചായിരുന്നു. മറ്റേ അതാണ് വെയിൽസ് ഒക്കെ എങ്ങനെയാണ്? അയ്യോ ഇല്ല മനസ്. ഞാനൊക്കെ എതേറിയം എത്താൻ തുടങ്ങിയത് അപ്പം റീസെന്റ് 1 വീക്ക് മുന്നേ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം. ഇതില്ലാതെ ഞാൻ ഈത്തായിട്ട് കളിക്കാറേ ഇല്ല. നീ സത്യം പറ, നീ ഒരു ഈദിന്റെ വെയിലല്ലേ? ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു പരസ്യം ഇട്ട് കൊടുത്ത എങ്ങനെ ഉണ്ടായിരിക്കും? എങ്ങനെ? ഞാൻ പരസ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇടയിൽ. താഴേക്ക് വരുന്നുണ്ട് ഗൈസ്. എന്ത് പരസ്യടാ? മറ്റേ യൂട്യൂബിൽ പരസ്യം ഇട്ട് കൊടുത്ത ഒന്നുമില്ല. HND എന്താ അവസ്ഥ? ഈത്ത് പമ്പിങ് HND എന്താ അവസ്ഥ? HND ഇസ് എ സ്കാം ഗൈസ്. എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. അതായത് അവർ കൈൻഡ് ഓഫ് വലിയൊരു ഇതാണ് ഉദ്ദേശിച്ചതെങ്കിലും പക്ഷെ ചെയ്തു വന്നപ്പോൾ അത് വലിയ ഇതൊന്നും ആയിട്ടില്ല. അതാണ് ഇഷ്യൂ ഉണ്ടായത്. ഏതൊരു ചൈന അവര് സൊലാനയ്ക്ക് പോവാണ്. അല്ല സോളിന് പകരം അൽഗോറാനിലോട്ട് അവിടുത്തെ ഡെവലപ്പേഴ്സ് ആരോ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ കേട്ടത് അവര് പോണ് സോളിലേക്ക് മാറാൻ പോവാന്നുള്ള ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. സോളിലോട്ടുള്ളൊരു പ്രപ്പോസൽ വെച്ചു, പക്ഷെ കമ്മ്യൂണിറ്റിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോഴാണ് അൽഗോറാനിന്റെ അവരയിലോട്ട് വരുന്നോ ചോദിച്ചു ഒരു പ്രപ്പോസൽ. ഈത്ത് മെർജ് നടന്നിരിക്കാണ് ഗൈസ്. ഡെയിലി പാണ്ട മറ്റോ പേര് മാറ്റിട്ടാ. ഡെയിലി ആപ്പ് മാറ്റിട്ട് ഡെയിലി പാണ്ട ആക്കി. ഡാരൻ വൈ ചാനൽ നെയിം ചേഞ്ച്. എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തിട്ടാ, എല്ലാവരും എൻജോയ് ചെയ്തു. ഈ പാണ്ട സീരീസ് NFT വരുമായിരിക്കല്ലോ. പാണ്ടനെ കളിക്കാൻ NFT അത് തുടങ്ങി കഴിഞ്ഞാൽ നമ്മളാദ്യം തുടങ്ങണോ? പക്ഷേ മാർക്കറ്റിംഗ് ചെയ്യണം നല്ലോണം. ആ ഒരു ഹൈപ്പില് Who does it better? എൻ്റെ നീ തുടങ്ങി. എൻ്റെ അങ്ങനെയാണെങ്കിൽ ഒരു ടെലിഗ്രാം ഉണ്ട് വെരിഫൈഡ് ആയിട്ടുള്ള. അല്ല ഒരു ടെലിഗ്രാമും ട്വിറ്ററും ഉണ്ട് വെരിഫൈഡ് ആയിട്ടുള്ള. വാങ്ങിയോ? അല്ല വാങ്ങിയതല്ല, ഫ്രണ്ടിന്റെ. അതിലിട്ട് കളിക്കാം. ഒരു വെരിഫൈഡ് ടിക്ക് എന്ന് കാണുമ്പോൾ ആൾക്കാർ ചാടും. സ്കാമിങ് പീപ്പിൾ. ഞങ്ങള് വെറുതെ സംസാരിക്കണ കേട്ടോ ഗൈസ്. നിങ്ങളെ ഓർമ്മയില്ലാന്ന് വിചാരിക്കരുത്. ഞാൻ അത്രക്കാരനൊന്നല്ല. ഞങ്ങള് വെറുതെ അങ്ങോട്ട് വർത്താനം പറയുന്ന. ആകെ ഒരു എക്സാമ്പിൾ പറഞ്ഞിടാം. ഈ ബിനോമോന്റെ ഒക്കെ എത്ര മെയിലാ വന്ന് കാണിച്ചു. ഒരു ഞങ്ങള് ചെറിയ ചാനൽസിനാണെങ്കിലും അവർ ഓഫർ ചെയ്ത 20,000-30,000 rupees ഒക്കെ. അപ്പം ആലോചിക്കൂ ഗൈസ്. ഇപ്പൊ എല്ലാം ഒരു ഇതാണെന്ന് പറഞ്ഞപ്പോ കൊറേ പേരൊക്കെ വിട്ടിട്ടുണ്ട്.
പക്ഷെ എല്ലാവർക്കും അറിയടാ, എല്ലാവർക്കും ഇവന്മാര് ഈ നമുക്കൊക്കെ വെച്ചാല് ഈ ട്രേഡിങ് ഫീസിന്റെ നല്ലേ കമ്മീഷൻ തരുന്നത് എക്സ്ചേഞ്ചസ് ഒക്കെ. ബിനാമോ ഒക്കെ വെച്ചാല് ഈ റെഫറൻസിന് എങ്ങനെയാ കൊടുക്കുന്നത് വെച്ചാല് ലോസിന്റെ 80% ഒക്കെയാ ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കുന്നത്. അതായത് ഇപ്പൊ നീ ഇപ്പൊ ഒരുത്തന്നെ റെഫർ ചെയ്തു, അവന്റെ ഫണ്ട് അടിച്ചു പോയാൽ ആ ഫണ്ട് അടിച്ചുപോയ ഫണ്ടിന്റെ 80% നിനക്ക് ചിലവർ കിട്ടും, ടോപ്പ് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ. അങ്ങനെയൊക്കെ ബൈനാൻസ് തരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആലോചിച്ച അവസ്ഥ നമ്മളൊക്കെ. അതിന് ഞാൻ ആലോചിച്ചു, ബൈനാൻസ് എല്ലാവരും റഗ്ഗയിലല്ലേ. എല്ലാവരും ഈത്തിക്ക് നോക്കിയിരിക്കാണ് കേട്ടോ, ഡംബാവോന്ന്. നിങ്ങളെല്ലാവരും ഡംബാവും എന്ന് നോക്കിയിരുന്ന കഴിഞ്ഞാൽ അത് ഡംബാവാൻ പോയില്ല. നിങ്ങളെല്ലാവരും ലോങ് ചെയ്യുമ്പോഴേ അതിനെ ഡംബിൾ. സാർ ഓൺ ചെയിൻ അനാലിസിസ് ചെയ്യും. എന്തോ ഓൺ ചെയിൻ അനാലിസിസ് ചെയ്യാൻ എന്നോട് നീ പറഞ്ഞാണോ? എന്തോ ഓൺ ചെയിൻ ചെയ്യാൻ? കോയിൻസിന്റെ ഈത്തിന്റെ നോക്ക് ആക്ടിവിറ്റീസ് ക്ലാസ് നോഡ് എടുത്ത് അനലൈസ് ചെയ്യും. ക്ലാസ് നോഡ് പ്രീമിയം വേണ്ടേ? അല്ല, ഫ്രീ ഉണ്ടല്ലോ. ഫ്രീ ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചു നോക്കുക, എനിക്കൊരു തേങ്ങ മനസ്സിലാവും. ഞാൻ അവിടെ ഇട്ടേച്ചു, പഠിക്കാതെ നോക്കിയിട്ടും കാര്യമില്ലല്ലോ. ചെയ്യുന്നവരൊക്കെ ഉണ്ടോ മലയാളികള്? ഏതാ ഓൺ ചെയിൻ അനാലിസിസ്? പിന്നെ അങ്ങനെയൊക്കെ ട്രേഡ് എടുക്കുന്നവർ കുറെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് സമയം എടുക്കുമെന്നല്ലേ. കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്, അതായത് ഞാനൊക്കെ ക്രിപ്റ്റോയിൽ വന്ന ടൈമിലില്ലേ, അന്നൊക്കെ ഈ ആൾക്കാർ കോഴ്സ് സെല് ചെയ്യുന്ന എന്തിനെ കുറിച്ചായിരുന്നു അറിയോ? എങ്ങനെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യാം, ബൈനാൻസ് എക്സ്ചേഞ്ചിൽ എങ്ങനെ അക്കൗണ്ട് എടുക്കാം, ബൈനാൻസ് ട്യൂട്ടോറിയല്, പിന്നെ എന്താണ് ഈ ട്രസ്റ്റ് വാലറ്റ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനാണ് എത്ര റേറ്റ് അറിയോ? 20,000 30,000 രൂപ. അപ്പൊ ഈ സാധനത്തിനൊക്കെയാണ് ആൾക്കാർ പണ്ട് ക്ലാസ് എടുത്ത് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ ആൾക്കാർക്കൊന്നും വേണ്ട. പിന്നെ അതിനുശേഷമാണ് പിന്നെ ഈ ടെക്നിക്കൽ അനാലിസിസിന്റെ ഭ്രാന്ത് വന്നത്. അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ ആൾക്കാർക്ക്. എത്ര പൈസ പൊട്ടിക്കുന്ന അറിയോ? പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അത് കുറെ പേരുണ്ട്. ഇപ്പം എല്ലാരും ബോട്ടിന്റെ വയ്യാലെയാ. അതെ. ഇപ്പൊ എല്ലാരും ഇറക്കുന്നുണ്ട്, എല്ലാ എക്സ്ചേഞ്ചസിലും വന്നു. കോപ്പി ട്രേഡിംഗും ഗ്രിഡ് ട്രേഡിംഗ് എല്ലായിടത്തും വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ബൈനാൻസിലും വരും ഈ അടുത്ത്. ബൈനാൻസിൽ ഗ്രിഡ് ഉണ്ടല്ലോ, പ്രൂഫ് മറ്റേത് കോപ്പി ട്രേഡിംഗ് വന്നു കഴിഞ്ഞാൽ വരും. MEXലും ഒക്കെ കണ്ടു നാളെ കോപ്പി. MEXലും ഉണ്ട് ഞാൻ. Merge the merge. Oh my god, it's gonna merge. ഇത് കണ്ട, ഒരാളിപ്പോ 36 ETH ഗ്യാസ് കൊടുത്തിട്ടാണ് ഈ സാധനം മിന്റ് ചെയ്തെടുത്തത്. The first minted NFT on proof of stake. ചൈന നോക്ക്, സാധനം നൈസ് അല്ലേ? എഡിഷൻ 1/100 ചൈന ID 1. അതാണ് നൈസ്. ഇതൊക്കെ മറ്റേ ഇയാളെ പോലെ ഇയാളെ ട്വീറ്റ് പോലെ ആവാതിരുന്നാ മതി. നമ്മളെ ചങ്ങേന്റെ പേരെന്തായിരുന്നു? സ്ക്വയറിന്റെ സ്ക്വയറിന്റെ ട്വിറ്ററിന്റെയും ചങ്ങയില്ലേ മുതലാളി? ജാക്ക് ഡോസിന്റെ ഫസ്റ്റ് ട്വീറ്റ് സെല് ചെയ്ത അവസ്ഥ ഉണ്ടല്ലേ. ഓൺ പൈസ ഉണ്ടാക്കി പോയി വാങ്ങിയോ കുടുങ്ങി. Successful merge. This dude look like having a heart attack live. ഈ CMCയിൽ കയറി നോക്കിയോക്ക് വല്ല മിന്റ് വരുന്നുണ്ടോന്ന്. പണ്ട ബേസ്ഡ് NFTസിലുണ്ടാവും.
ഇല്ലല്ലടാ, മുകളിലുണ്ടാവുമല്ലോ. എനിക്കറിയില്ല, ഞാൻ അതിലും അങ്ങനത്തെ സാധനം നോക്കാറില്ല. അതിലേതൊരു ഡ്രോപ്പ് ഡൗണിലുണ്ട് NFT. ഓവറോൾ NFT സ്റ്റാറ്റ്സ്, ടോപ്പ് കളക്ഷൻ, അപ്കമിങ് സെയിൽസ്. ദ പൂർസ്. അങ്ങനെ വേറെ ഒന്നും കാണുന്നില്ല. പാണ്ഡെ ഒന്നും കാണുന്നില്ല. ഇതില് ചിലപ്പോ ഇത് കിട്ടും, മറ്റേ ഇത് കാണാൻ പറ്റും, ഫ്രീമിന്റെ ഒക്കെ ചിലപ്പോ ഇത് വരും. പക്ഷെ ഒക്കെ ലക്കാണ്. ഹൂ ഡസ് ഇറ്റ് ബെറ്റർ, അവർക്ക് ലാഭമുണ്ട്. ഈത്തിന് ഇത്ര സ്ട്രോങ് ആയിട്ട് പിടിച്ചേക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ലൈവ് തുടങ്ങിയിട്ട് എത്ര നേരമായി അറിയാം എനിക്ക്? 2.5 മണിക്കൂർ. അടിപൊളി. ഞാനടാ 12 മണിക്ക് ഷീഹൽക്ക് കാണാൻ വേണ്ടി കേറിയായിരുന്നു. കാരണം 12 മണിക്കല്ലേ വരുന്നേ. അപ്പൊ നിന്റെ ലൈവ് കണ്ടപ്പോ ജസ്റ്റ് മെസ്സേജ് പിന്നെ കേറി. എടാ ഞാൻ ഇറങ്ങട്ടെ, കുറച്ച് വർക്കുണ്ട്. എന്നാ ഞാൻ ലൈവ് കണ്ടിന്യൂ ചെയ്തു. ബൈ. ഇതിലാ നീ ഇവിടെ ലൈവ് കണ്ടിന്യൂ ചെയ്യണ? നീ ലൈവ് പോണ്ടോ? അല്ലടാ, ഞാൻ വെറുതെ പറഞ്ഞ. നീ ഇറങ്ങട്ടെ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു തന്നില്ല. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ അല്ലേ, എനിക്ക് പറഞ്ഞു ചെയ്യാൻ പറ്റില്ല, അതാണ്. ഓക്കെടാ, ശരി. ഓക്കെ, ശരി ഗൈസ്. അപ്പോൾ നമ്മൾ പതുക്കെ ലൈവ് എൻഡ് ചെയ്യണം. നമ്മൾ നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾ കിടക്കണം. അപ്പോൾ ഇനി എന്ത് നടക്കും എന്നുള്ളതൊക്കെ നമ്മൾ വൈകുന്നേരത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ mallucryptologist സൈനിങ് ഓഫ്.